ഇത് വർക്കുള്ളത് ഇത് ഫുൾ സ്ലീവിൽ വരുന്നത് അല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല വെറൈറ്റി ഐറ്റംസ് ഇതേ ആ കാണുന്നതാണ് കേട്ടോ കട. മോഡലായിട്ടുള്ള നൈറ്റീസും അവൈലബിൾ ആണ്. എനിക്കിത് ഇഷ്ടമായി, അടിപൊളി കേട്ടോ. തൃശ്ശൂരിൽ ഇത്രയും നല്ല കട ഒളിച്ചിരിക്കേണ്ട കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. ചുടിദാർ കട്ടിൽ വരുന്ന നൈറ്റീസ് ആണ് കേട്ടോ. ഡെനിമിൽ തന്നെ വൈറ്റ് വേണമെന്ന് പറയുന്നവർക്ക് അതുകൊണ്ട് അത് 3XL സൈസിന്റെ ആണ് വരുന്നത്. ഇത് കളർ ചേഞ്ച് അല്ലേ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ. തൃശ്ശൂർ റൗണ്ടിക്കോടെ വരാണെങ്കിൽ നമുക്ക് എലൈറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. ഇതൊരു കോട്ട് സെറ്റ് ആണ്. ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഉണ്ട്, ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഉണ്ട്. ഭയ മാത്രം ഇടുന്ന ആൾക്കാർ അവർക്ക് പാർട്ടിക്ക് പോകുമ്പോ വർക്കുള്ളത് ഇടാം. ഞാനെന്താ അറിയാം വൈകി ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂരിൽ ഇത്രയും നല്ല കട ഒളിച്ചിരിക്കേണ്ട കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു. അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് അവരുടെ തന്നെ ഒരു കളക്ഷനാണ്. 3 പീസിൻ്റെ ഒരു ബുട്ടിക് സ്റ്റൈലിലുള്ള ഒരു കുർത്തീസ്. പിന്നെ ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ എക്സാക്റ്റ് സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ തൃശ്ശൂർ റൗണ്ടിക്കോടെ വരികയാണെങ്കിൽ നമുക്ക് എലൈറ്റ് ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ. അപ്പോൾ എലൈറ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ട് HDFC ബാങ്ക് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെ പേരെന്ന് പറയുമ്പോൾ ഗ്രേസ് പാർക്ക് എന്നാണ് പറയുക. അതിൽ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ശരിക്കും പുറമേ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കട കാണില്ല. ആ ഒരു അവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കട കാണും. കടയുടെ പേര് എന്താണെന്ന് അറിയണേ, സൈറയിൽ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. സൈറ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തൃശ്ശൂർ ഇത്രയും നല്ലൊരു കട. അപ്പോൾ എന്തൊക്കെയാണ് വെറൈറ്റി എന്ന് നമുക്കൊന്ന് കയറി നോക്കിയാൽ വരും. സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കട കാണുമെന്ന് പറഞ്ഞില്ലേ, ദേ ആ കാണുന്നതാണ് കേട്ടോ കട, നേരെ കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് കയറി നോക്കാം എന്തൊക്കെയാണ് വെറൈറ്റീസ് ഉള്ളത്. പുറമേ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. വരും. അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ. നമ്മൾ പുറമേ കാണുന്ന പോലത്തെ കടയല്ല, ഉള്ളിൽ കയറുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്, നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ട്, മഞ്ചത്തി കുട്ടി. ഇതൊന്ന് ഓൺ ചെയ്യട്ടെ. ഇനി പറഞ്ഞോ. വെൽക്കം ടു സൈറ അബായസ്. എന്നെ മാത്രമാണോ? അല്ല, എല്ലാവരെയും വെൽക്കം ചെയ്യാണ് ഞങ്ങൾ. എവിടെ? കൂർക്കഞ്ചേരിയുള്ള സൈറ അബായസൂക്കിലേക്ക്. തൃശ്ശൂർ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 5-10 മിനിറ്റ് ഡിസ്റ്റൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കുറുക്കഞ്ചേരി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എലൈറ്റ് ഹോസ്പിറ്റൽ തൊട്ടടുത്താണ് കേട്ടോ. എലൈറ്റ് ഹോസ്പിറ്റൽ അധികം ദൂരമൊന്നുമില്ല ഇവിടുന്ന്. ജസ്റ്റ് 10 അടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിലേക്ക് ഗ്രേസ് പാർക്ക്. അതെ, ഓക്കെ. പിന്നെ ഇവിടെ ഒരു കുട്ടി നിൽക്കുന്നുണ്ടല്ലോ, ഇത് മുഞ്ചത്തി കുട്ടിയാണെങ്കിൽ ഇത് സുന്ദരി കുട്ടി. ഇത് മൈക്കൊന്ന് ഇവിടെ സെറ്റ് ചെയ്യട്ടെ. ഓക്കെ. എന്താ പേര്? എൻ്റെ പേര് സെറിൻ. സൈറ അല്ല അങ്ങനെ കണക്ഷൻ ഒന്നും ഇല്ലല്ലോ. കണക്ഷൻ ഇല്ല. എന്തോ ആവട്ടെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഇവിടെ ഉള്ളത് കാണിക്കാനായിട്ട്? വരുന്നുണ്ട് കോട്ട് സെറ്റ്, പിന്നെ ചുരിദാർ, എത്നിക് വേറിന്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടല്ലോ. നല്ല ഇത് പാർട്ടി വെയർ ആണോ? ഫുൾ പാർട്ടി വെയർ ആണ്. ഓക്കെ. ഇത് ഫുൾ പാർട്ടി വെയർ കളക്ഷൻസ് ആണ്. അതും റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അപ്പൊ അവരൊന്ന് നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ. നമുക്കിത് 3 പീസിന്റെ ഒരു കളക്ഷൻ ആണ് വരുന്നത് അല്ലേ? 3 പീസില് എംബ്രോയിഡറി, ഹാൻഡ് എംബ്രോയിഡറി ആണ്. സിൽക്കിന്റെ മെറ്റീരിയൽ പാർട്ടി വെയറിൽ. അതിൽ നെക്കിന്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ ചൈനീസ് കോളർ നെക്ക്, അതിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ്. അതിനേക്കാളും ഡീറ്റെയിലിംഗ് എന്ന് പറയാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ. ദുപ്പട്ടയിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ഓർഗൻസയുടെ മെറ്റീരിയൽ, അതും പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല വെറൈറ്റി ഐറ്റംസ്. നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കും അല്ല, ചോദിക്കാണ്ട് ഇരിക്കില്ല ആരും. ഇത് എവിടുന്നാണ് ചോദിക്കില്ല എല്ലാവരും, എവിടെ നിന്നാണെന്നുള്ളത്. അടുത്തൊരു കളക്ഷൻ നോക്കിയാലോ. അടുത്തതും വരുന്നത് നമുക്ക് ഒരു 3 കളർ ആഡ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത്. 3 കളേഴ്സ് ഉണ്ട്. അതും നല്ല അടിപൊളി ഷെയ്ഡ്, ഗ്രേ ഷെയ്ഡ്, ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റ് തന്നെയാണ്. പാൻറ് വിത്ത് ദുപ്പട്ട നമുക്ക് ചെറിയ ചെറിയ ബൂട്ട വർക്കാണ്, പക്ഷേ മുകളിലത്തെ പോർഷൻ ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. അതിൽ ഫുൾ സിൽവറുടെ സെറി വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളുടെ മാനുഫാക്ചറിങ് ആണോ, എങ്ങനെയാണ്? നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അയ്യന്തോളം അവിടെ എവിടെയൊക്കെ ഉണ്ട് അതൊക്കെ കേട്ടോ. ഇത് കൂടാണ്ട് അയ്യന്തോളം ആ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ ഇനി അടുത്തത് ഇത് അടിപൊളിയാണല്ലോ. ഓരോന്ന് എടുക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതും സിൽക്ക് മെറ്റീരിയലാണ്. ഇതും സിൽക്ക് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഹാൻഡ് വർക്ക്, ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ആണ്. നിങ്ങൾക്ക് നല്ല പാർട്ടി വെയറിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂട്ട വർക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ദുപ്പട്ട പിടിച്ചേ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ ഫുൾ വീവിങ് ആണ് കേട്ടോ വരുന്നത്. അതും കളർ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വീവിങ്ങിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സെൽഫ് വർക്കാണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇതിലൊക്കെ കളർ ചേഞ്ച് നമുക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ പോയതാണ്. ഇപ്പോൾ ഓർഡറുകൾ വന്നിട്ട് പോയതാണ്. അതെ,
കൊറിയർ സർവീസ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മള് കല്യാണോടുകളായാലും നമ്മള് കൊറിയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓരോ പീസ് ആയിട്ടായാലും നമ്മൾ ബൾക്കായിട്ട് അങ്ങനെയായിട്ട് വരുമ്പോ അങ്ങനെയും കൊടുക്കും. 10 പീസ് വേണോ, 5 പീസ് വേണോ, 1 പീസ് വേണോ, അങ്ങനെ വേണമെങ്കിൽ എങ്ങനെയായാലും നമുക്ക് കൊടുക്കും. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട ടേസ്റ്റിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. ഇവിടെ എത്നിക് ഉണ്ട്, വെസ്റ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ പർദാസും ഉണ്ട് അല്ലേ. അങ്ങനെ പിന്നെ ഫാൻസി ആയിട്ടുള്ള കുറെ അടിപൊളി ഗൗൺസ് അങ്ങനത്തെ ഷർട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. എല്ലാതും ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പാർട്ടി വെയറിൽ അടുത്തത് നോക്കാം. നമുക്ക് വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. മസ്ലിൻ ഫാബ്രിക്കിലുണ്ട്, ഷിഫോണിലുണ്ട്, ജോർജറ്റിൽ. ഇത് ജോർജറ്റിൽ നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അതുപോലെ വർക്ക് സെൽഫ് ടോൺ ടു ടോൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. വർക്ക് സിമ്പിൾ വേണമെന്ന് പറഞ്ഞവർക്ക് സിമ്പിൾ ആയിട്ടുള്ളതുണ്ട്. അതിൽ പാൻറ് വിത്ത് ദുപ്പട്ട വീവിങ് ആണ്, ഒരു ബനാറസി സ്റ്റൈലിൽ അല്ലേ. ഇതാ ഇത് ദുപ്പട്ട. ഇതിൽ ചെറിയ എന്ന് വെച്ചാൽ സട്ടലായിട്ടുള്ളത്, വല്ലാണ്ട് ഇങ്ങനെ ആർഭാടം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു സിമ്പിളായിട്ട് വേണമെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലുള്ള കളക്ഷൻസും ഉണ്ട്. ഇനി അടുത്തത് എടുത്തോ. ഒക്കെ കാണിക്കാനുള്ളതാ, പക്ഷേ എല്ലാം ഈ കട നോക്കുകയാണെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കി മൊത്തം ഇതൊക്കെ ഇനി എപ്പോൾ കാണിച്ച് അവസാനിപ്പിക്കാൻ എനിക്കറിയില്ല. പക്ഷെ എല്ലാം നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. എന്താ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ഇത് മെഷീൻ എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ. സെറീര വർക്കും സീക്വൻസ് വർക്കും കൂടിയിട്ട് അടിപൊളി ഷെയ്ഡുകളാണ് ഒക്കെ പാർട്ടി വെയറിൽ. പിന്നെ ദുപ്പട്ട അങ്ങനെ കളക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? നമുക്ക് നോർമൽ കുർത്തീസിന് 1000-ലാണ് സ്റ്റാർട്ടിങ് വരുന്നത് അല്ലേ. അടിപൊളി കേട്ടോ. ഒന്നിലൊന്നും വെച്ചെന്ന് പറയില്ല. ഇത് ഫുൾ കളർഫുൾ ആയിട്ട് എത്ര മൾട്ടി കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനേക്കാളും അക്രമമാണ് യോക്കിലത്തെ വർക്ക്. നോക്കിയേ, ഫുൾ ത്രെഡ് വർക്കും ഹാൻഡ് വർക്കും എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ട് വരുമ്പോൾ തന്നെ ഞാൻ വെച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട്. അടിപൊളിയല്ലേ. അതാ ഡ്രസ്സിന്റെ ഗുണമാണ്. പിന്നെ ഇതിലത്തെ ദുപ്പട്ടയുടെ കാര്യമൊന്നും പറയാനില്ല പൊന്നോ. നോക്കിയേ കണ്ടോ, നല്ല ഇത് ജോർജറ്റിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ദുപ്പട്ട ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ ഒരു ലുക്കല്ലേ, അടിപൊളിയാണ്. അപ്പോൾ അടുത്തത് എടുത്തല്ലോ. ഇത് അടിപൊളിയാണല്ലോ ഈ ഒരു സംഭവം. അതുപോലെ തന്നെ കാണിക്കുകയാണെങ്കിൽ ഇപ്പൊ ഇത് വേണം അത് വേണം ഒക്കെ കൺഫ്യൂഷനിലായിട്ടുണ്ടല്ലോ. ഒക്കെ ഒന്നിലൊന്നും വെച്ചാണ് കേട്ടോ. അതൊക്കെ ഒക്കെ ഹാൻഡ് വർക്ക്, അതുപോലെ സെറോസ്കിൻ പേളിന്റെ ഡീറ്റെയിലിങ്ങും അങ്ങനത്തെ വർക്കുകളൊക്കെ ആയിട്ടുള്ളത്. ഇതിപ്പോ നേരത്തെ നമ്മൾ കണ്ടതിന്റെ ഒരു ഇത് അടിപൊളി വർക്കാണ്. ഫുൾ ഹെവി പീസാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിനേക്കാളും ഹെവി വർക്കാണ് നമുക്ക് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഇനി സ്ലീവിൽ വർക്ക് വേണമെന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്, വർക്ക് ഇല്ലാത്തത് വേണമെന്ന് വെച്ചാൽ അങ്ങനെയുണ്ട്. ഇത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടത് ഒരു ഡാർക്ക് ഷെയ്ഡ്, അതാ ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ആ കാണുന്നത്. അടിപൊളി സംഭവം കിടുവായിട്ടുണ്ട്. ഇനി എന്താണ് സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് ഓരോന്നോരോന്ന് കാണിക്കാം. ഒക്കെ കാണിക്കാനുള്ളതാണ്, പക്ഷേ എല്ലാം കാണിക്കാൻ പോസിബിൾ അല്ല. ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു കളർ ഷെയ്ഡ് തന്നെയാ കേട്ടോ. ഇത് കണ്ടതിന്റെ ഒരു കളർ ഷെയ്ഡ്. നമുക്ക് ഇപ്പുറത്തേക്ക് കടന്നാലോ? ഇപ്പുറത്തേക്ക് കടക്കാം. എൻ്റെ ദുപ്പട്ടയും കൊണ്ട് ഓടി. ഇത് അടുത്ത നോക്കാൻ നമുക്ക് മസ്ലിനിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. മസ്ലിൻ എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ മസ്ലിനിൽ വരുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കളർ ചേഞ്ച് അല്ലേ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ? ഇഷ്ടപ്പെട്ട ഞാൻ അതിനെ ആലോചിക്കണേ കണ്ടോ. ഇത് ഞാൻ ഇട്ടതിൻ്റെ കളർ ചേഞ്ച് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആണെങ്കിൽ ഇതൊരു ബ്ലൂ ഷെയ്ഡിൽ. ഞാൻ ഇതിൻ്റെ സൈസ് ചോദിച്ചിട്ട് കിട്ടിയില്ല. സൈസ് ഇത് XXL സൈസ് അങ്ങോട്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് XL സൈസ് അല്ലേ. ഇത് XL അല്ല സൈസ്? അല്ല XL അല്ല, ലാർജ്. ഞാനെപ്പോൾ XLക്ക് പറയും, ഞാൻ ഇട്ട സൈസ് ലാർജ് കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന സൈസ് ലാർജ്. അടിപൊളിയാണ്. അതുപോലെ നേരത്തെ കാണിച്ച ദുപ്പട്ട നമുക്കിതാ, ഈ ദുപ്പട്ട ഫുൾ ഡിജിറ്റൽ വർക്ക് വരുന്ന ദുപ്പട്ട അടിപൊളിയായിട്ടോ. അതുപോലെ ഇട്ട് വരുമ്പോഴും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇനി ഈ മൈക്കൊന്ന് ഞാൻ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാം. ഈ കുട്ടിയൊന്നും മിണ്ടുന്നില്ല, സുന്ദരി കുട്ടി മിണ്ടുന്നില്ല. അപ്പം മുഞ്ചത്തി കുട്ടീനെ കൊണ്ട് മിണ്ടിപ്പിക്കാം. മുഞ്ചത്തി കുട്ടി ഇവിടെ എവിടെയെങ്കിലും ഞാൻ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ? ഒന്ന് സംസാരിച്ചോ. നമുക്കിട്ട് പൊളിക്കണമെന്ന് പറയില്ലേ? ഓക്കെ. അപ്പൊ അടിപൊളി. അടുത്ത മസ്ലിനില് ഫുൾ അജ്രക്കിന്റെ പ്രിന്റിൽ ഫോയിൽ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ള വർക്കാണ്. അതുപോലെ യോക്കിലും വർക്ക് വന്നിട്ടുണ്ട്. ഒറിജിനൽ മിറർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ദുപ്പട്ട അത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലാണ് ഇതിന്റെ
അത് ശരിക്കും ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ആ ഒരു ഭംഗി കാണുമല്ലോ അല്ലേ ഇതിൻ്റെ. ഓക്കെ, സിൽക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ, ഒക്കെ പാർട്ടി വെയർ ആ ഒരു മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നമുക്ക് കിട്ടുക, ഈ ഒരു കോൺസെപ്റ്റിൽ അല്ലേ. ഓക്കെ, അടുത്തതും ഈ ഒരു മസ്ലിൻ ഷെയ്ഡിൽ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്. കണ്ടോ, അതിൽ ഫോയിൽ പ്രിൻറ്റിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 1000 റുപ്പീസാണ്. റീറ്റെയിലാണ്, ഒരു ഒറ്റ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കിട്ടും. ഡയറക്റ്റ് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഓൺലൈനിലായാലും അയച്ചു കൊടുക്കില്ലേ? ഷോപ്പിൻ്റെ സമയം നമുക്ക് രാവിലെ 10 to നമ്മൾ 9 മണിക്ക് ഓപ്പൺ ആവും, വൈകുന്നേരം 8:30 വരെ. 8:30 വരെ. ഓക്കെ. സൺഡേയോ? സൺഡേ സൺഡേ നമുക്ക് ഓപ്പൺ ആണ്. അടിപൊളി. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് ഓപ്പൺ ആണ്. ശരിക്കും പറഞ്ഞാൽ പുറമേ നിന്ന് നമുക്ക് അറിയില്ല, ഇങ്ങനെ മനസ്സിലാവില്ല ഇങ്ങനെ ഇത്രയും നല്ലൊരു ഷോപ്പ് ഇവിടെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഒക്കെ നല്ല പ്രീമിയം, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്, അതും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നമുക്ക് എത്നിക്ക് മാത്രമല്ല, ഇതും നല്ല അടിപൊളി മസ്ലിനിൽ വരുന്ന ഒരു കളക്ഷൻ. വീനെക്കിൽ ഇതിൽ സീക്വൻസ് വർക്കും. ഇത് വർക്ക് എന്ന് പറയുമ്പോൾ ഒരു 1.5 വർക്ക് കൂടുതൽ വേണ്ട, സെറ്റിലായിട്ട് മതി അങ്ങനെയുള്ളവർക്ക് 3 പീസിൻ്റെ കേട്ടോ. സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒക്കെ ഓരോന്ന് എടുത്തുന്നു. ഇത് നമ്മൾ കാണിച്ചോ? ഇല്ല, ഇത് വർക്ക് വീനെക്കിൽ തന്നെ വരുന്നത്. ഇതാ വീനെക്കിൽ ലെങ്ത്തും അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ രീതിയിലുള്ള ലെങ്ത് അല്ല, ലെങ്ത്തും അത്യാവശ്യം വരുന്നുണ്ട്. ഞാനൊന്ന് വെച്ച് കാണിച്ചു കൊടുത്താൽ ലെങ്ത്തിൻ്റെയും ആ ഒരു ഐഡിയ കിട്ടും. കണ്ടോ, അപ്പോൾ നോർമൽ ലെങ്ത് അല്ല, അത് വിട്ടിട്ട് കുറച്ചുകൂടിയും ലെങ്ത്ത് കൂടുതലുണ്ട്. ഇനി ലെങ്ത്ത് കുറവ് വേണമെന്ന് വെച്ചാൽ ലെങ്ത്ത് കുറവുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡ് എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് വന്ന് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം ഡയറക്റ്റ്. അതുപോലെ ട്രയൽ റൂം ഉണ്ട്, വന്ന് ഇട്ട് നോക്കി അവനവൻ്റെ സൈസ് നോക്കിയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കിനി അടുത്ത കളക്ഷനിലേക്ക് പോകണം. അടുത്ത കളക്ഷൻസിലേക്ക് പോവാം. കാരണം ഇതിവിടെ കുറേ അവൈലബിൾ ആണ്. ഇത് ഫുൾ നമുക്ക് വരുന്നത് എത്നിക് വെയറിൻ്റെ ഈ ഒരു കൗണ്ടറാണ് കേട്ടോ. ലാസ്റ്റ് ആൻഡ് ബട്ട് നോട്ട് ലീസ്റ്റ് അത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ എന്ന് പറയുമ്പോൾ യോക്കിൽ വർക്കൊന്നുമില്ല, സിമ്പിൾ സട്ടിലായിട്ടുള്ള സെയിം ക്വാളിറ്റി സെയിം മെറ്റീരിയലിൽ മസ്ലിനിൽ തന്നെ ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്യാത്ത വിധത്തിലുള്ള വർക്കില്ലാത്ത സംഭവം അല്ലേ. അത് ഫോയിൽ പ്രിന്റ്. പിന്നെ ഇവിടെ കുറെ സംഭവം വെച്ചിട്ടുണ്ടല്ലോ, ഇതൊക്കെ എന്താ? നമുക്കിത് നൈറ്റീസ് ആണ്. നമുക്ക് നൈറ്റി ഇവിടെ അവൈലബിൾ. നൈറ്റിയും കിട്ടും, എല്ലാതും കിട്ടും. അപ്പൊ നൈറ്റിയിൽ നിന്ന് തുടങ്ങിയാലോ, എന്നിട്ട് നമുക്ക് വെസ്റ്റേണിലേക്ക് പോവാം. ഓക്കെ. നൈറ്റി നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു എന്താ പറയാ കുത്തക എന്ന് പറയില്ലേ. നമുക്ക് വീട്ടിലായാലും എവിടെയായാലും ഒരാവശ്യം വന്നാൽ നൈറ്റ് ഇട്ടാലും ഞങ്ങൾ ഓടി പോകുന്നത് പുറത്തേക്ക് അല്ലേ. അതെ, ഇത് നല്ല സോഫ്റ്റ് ആണല്ലോ. നല്ല മെറ്റീരിയലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ നമ്മൾ യൂസ് ചെയ്യുക. ഇത് ഭയങ്കര സോഫ്റ്റ്, നമ്മൾ നോർമൽ പുറത്ത് കാണുന്ന പോലത്തെ നൈറ്റീസ് അല്ല. അപ്പോൾ ഇത് നമുക്ക് ചുരിദാർ കട്ടിൽ വരുന്ന നൈറ്റീസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അതിൽ നമുക്ക് വർക്ക് വരുന്നുണ്ട്, ത്രെഡ് വർക്ക് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് കഫ്താൻ നൈറ്റീസും അവൈലബിൾ ആണ്. കഫ്താൻ ഇത് ഭയങ്കര സോഫ്റ്റ് കേട്ടോ. ഇപ്പോൾ എന്താ പറയുക, ഇത് ഇട്ടിട്ട് എനിക്ക് വീട്ടിൽ പണിയെടുക്കാൻ തോന്നണില്ല, അത്രയും അല്ലേ, ഭയങ്കര സോഫ്റ്റ്. ഇതൊക്കെ ഇട്ട് പുറത്തേക്ക് പോകാനുള്ള ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ അതുപോലെ കഫ്താൻ മോഡലായിട്ടുള്ള നൈറ്റീസും അവൈലബിൾ ആണ്. പല പ്രിൻറ്റിൽ പല ഡിസൈൻസ് പല കളേഴ്സിലും വരുന്നുണ്ട്. അതുപോലെ ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്. ഈ ലെങ്ത്ത് നമ്മളെക്കാൾ ഞാൻ 5'3" ആണ്. അത് വിട്ടിട്ട് ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ അതാ താഴത്ത് വീണ് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് തയ്ക്കാനായിട്ട് വെച്ചാൽ ഹൈറ്റ് ഉള്ളവർക്ക് വരെ പാകാവും. അപ്പോൾ ഹൈറ്റ് ഉള്ളവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ചിലർക്ക് ഹൈറ്റ് ഉള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെയിം ഇതിൻ്റെ തന്നെ ഓക്കെ. ഇവിടെ ഓൾട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഓക്കെ. ഇവിടെ വരുമ്പോൾ ഓൾട്ടർ ചെയ്തിട്ട് കൈയോടെ മേടിച്ച് കൊണ്ടുപോകുന്ന അതിന് എങ്ങനെയാന്ന് ഡീറ്റെയിൽസ് അത് സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. അപ്പോൾ അടുത്തൊരു ഇത് കഫ്താൻ മോഡൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മെറ്റീരിയൽ ഇത് തുണിയിൽ ഭയങ്കര കണ്ടോ, ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇത് നൈറ്റീസ്, അതായത് കഫ്താനിലും പിന്നെ ചുടിദാർ കട്ടാണ് കൂടുതൽ മെയിനിലെ. ചുടിദാർ കട്ട്. അപ്പൊ അതിന്റെ കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഫുൾ നൈറ്റീസ് അല്ലേ? അതെ. ഈ കളർ അടിപൊളിയാണ്. സൈസസ് ഒക്കെ എങ്ങനെയാ വരിക? ഇത് 56 ആണ് കേട്ടോ. 56. അതുപോലെ തന്നെ 3/4 ആണ് സ്ലീവ് വരുന്നത്. പിന്നെ ഇത് കുറവുള്ളതുകൊണ്ട് കൂടുതലുള്ളതുകൊണ്ട് സൈസസ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കിട്ടുന്നതായിരിക്കും. ഇത് 56 ആണെങ്കിൽ ഇത് 56 തന്നെയാണ്. ഇതൊക്കെ 56 തന്നെയാണ്. ഏത് 60. ഇത് 50. ഇത് രണ്ടും 56 ആണ് കേട്ടോ. ഈ കാണുന്നത് നൈറ്റീസ് 56 ആണ്. പല പ്രിന്റിൽ കിട്ടും. മെറ്റീരിയൽ വൈസ് ഒരു കോംപ്രമൈസും ഇല്ല. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. പ്രീമിയം പാക്കിംഗ് ആണ്. ഇത് വരുന്നത് 60 സൈസിൻ്റെ നൈറ്റി ആണ് കേട്ടോ.
60 സൈസിൻ്റെ നൈറ്റി എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 60 സൈസിലൊക്കെ കിട്ടാൻ തന്നെ ഭയങ്കര അതും ക്വാളിറ്റിയിൽ കേട്ടോ. നമുക്ക് ലൈറ്റ് കളേഴ്സും അവൈലബിൾ ആണ്, ഡാർക്ക് കളേഴ്സ് മാത്രമല്ല. പേസ്റ്റൽ ഷെയ്ഡ്സും ഉണ്ട്. നമ്മളിപ്പോൾ ഇത്ര നേരം കണ്ടത് ഡാർക്ക് ചാർട്ടിലായിരുന്നു, അത് കൂടാണ്ട് നമുക്ക് ലൈറ്റ് ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഇതൊക്കെ അടിപൊളി ഷെയ്ഡുകളാണ്. പിന്നെ പല പ്രിൻസിലും കിട്ടും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ഓപ്പൺ ചെയ്യാം അല്ലേ. ഇതൊക്കെ 56 ആണ് സൈസ്, 60 സൈസ് വരെ അവൈലബിൾ ആണ്. സ്റ്റാർട്ടിങ് സൈസ് എത്ര വരെ ഇതിൻ്റെ? 52 ആണ് സ്റ്റാർട്ടിങ് സൈസ് വരുന്നത്. 60 സൈസ് വരെ അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ലൈറ്റ് ചാർട്ടിൽ വരുന്ന നൈറ്റീസ്. ക്വാളിറ്റി സൂപ്പർ. ഇത് അല്ലേ ഇമ്പോർട്ടൻ്റ് നൈറ്റീസ് ആ ഭാഗത്താന്ന് തോന്നുന്നു. ഇത് അതെ, ഓക്കെ. അപ്പോൾ അതിൽ പിന്നെ നോക്കാം. അപ്പോൾ ഇതാ നൈറ്റീസിൻ്റെ ഒരു കുന്ന് വെറൈറ്റികൾ ഇപ്പോൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ടൈ ആൻഡ് ഡൈ, ഇത് ഈ കളർ ഇഷ്ടമായി. ഇത് നോക്കാം. എല്ലാവർക്കും ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണല്ലോ, എങ്ങനെയാണെന്നുള്ള ഞങ്ങളുടെ വിജയവും. അതെ. ഡയലോഗുകൾ വന്നു തുടങ്ങി. കഫ്താനില് ടൈ ആൻഡ് ഡൈ മോഡലായിട്ടുള്ള നൈറ്റി ആണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. സൈസ് വരുന്നത് നമുക്ക് 56 ആണ്. ടൈ ആൻഡ് ഡൈ വേണോ, പ്രിന്റ് വേണോ, പ്രിന്റ് ഇല്ലാത്തത് വേണോ, ലൈറ്റ് വേണോ, ഡാർക്ക് വേണോ, അങ്ങനെ നമ്മുടെ എന്താണ് റിക്വയർമെന്റ് അതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നൈറ്റികളുടെ കളക്ഷൻസ് ആണ് ഇത് മൊത്തം. ഇതും നൈറ്റീസ് തന്നെയാണ്. അതെ, ഇതൊക്കെ നൈറ്റീസ് തന്നെ. ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഇട്ട്. അതൊക്കെ ഇത് ഒന്ന് ഓടിപ്പിച്ച് കാണിക്കും. ഇത് ഫുൾ നല്ല നല്ല പ്രിന്റുകൾ ഉണ്ട് കേട്ടോ, കണ്ടോ. ഇതൊക്കെ അടിപൊളി ഷെയ്ഡ്സ് ആണ്. ഒക്കെ നൈറ്റീസ് ആണ് വരുന്നത്. പല പല പ്രിന്റ്സിൽ, ഫോയിൽ പ്രിന്റിലുണ്ട് ഒക്കെ. ഇതൊക്കെ ഇട്ടിട്ട് സത്യം പറയാലോ ഞാൻ വീട്ടിൽ പണിയെടുക്കില്ല. അടിപൊളി ഐറ്റംസ് ആണ് ഒക്കെ വരുന്നത്. അപ്പൊ ഇനി അടുത്ത കളക്ഷനിലേക്ക് നമുക്ക് ഹിജാബ് അവൈലബിൾ ആണ്. നമുക്ക് ഹിജാബാണ്, എല്ലാം ഇമ്പോർട്ടഡ് ഹിജാബ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഹിജാബ്സിന്റെ കുറേ വെറൈറ്റീസ്, നമുക്ക് പ്ലെയിൻ ഷെയ്ഡ്സ് ഉണ്ട്, പ്രിന്റഡ് ഉണ്ട്, നമുക്ക് എല്ലാം കുറേ എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ടൈപ്പ് ഉണ്ട്. അപ്പൊ ഹിജാബിൽ നമുക്കൊരു ഹ്യൂജ് വെറൈറ്റി കളക്ഷൻസ് തന്നെ ഇവിടെ അവൈലബിൾ. അതിൽ തന്നെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ. അതില് ഇങ്ങനത്തെ ക്രഷ് മോഡൽ ആയിട്ടുള്ളതുണ്ട്. അതെ, ഇതൊരെണ്ണം വേണമെങ്കിൽ കാണിക്കാം. ബാക്കിയുള്ളത് പ്ലെയിൻ അല്ല, അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇങ്ങനത്തെ ക്രഷ് മോഡൽ വേണമെങ്കിൽ അങ്ങനെ, ഫാൻസി ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ട് അല്ലേ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഏത് കളർ ഏത് ഡിസൈൻസ് വേണമെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് ചോദിച്ചാൽ മതി. വീഡിയോ കോൾ ചെയ്യാമല്ലോ അല്ലേ. വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് വരാം, ഫോട്ടോസ് ആവശ്യപ്പെടാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഫോളോ ചെയ്ത് നമ്മൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ തന്നെ റിപ്ലൈ തരും. ഓക്കെ. ഇൻസ്റ്റയിൽ എന്താ പേജ്? സൈറ അബ്ബാസ്, നമ്മുടെ പേര് തന്നെയാണ്. അതിന് സെപ്പറേറ്റ് ടീം ഇരിക്കുന്നുണ്ടാവില്ല ഓൺലൈനിൽ ഇതൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻസ്റ്റാ പേജ് ഉണ്ട്. യൂട്യൂബ് നമുക്ക് തുടങ്ങിയിട്ടില്ല, തുടങ്ങണല്ലേ. തുടങ്ങണമെന്ന് നമ്മളിട്ടിട്ട്. ഓക്കെ, അപ്പൊ തുടങ്ങിക്കോ. എന്തായാലും എൻ്റെ വക ബെസ്റ്റ് വിഷസ്. അപ്പൊ അടിപൊളി കളക്ഷൻസ് ഇവരുടെ കടയിലത്തെ മൊത്തം കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഹിജാബിലുള്ളത് സെക്ഷൻ ആണ് വരുന്നത്. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? നമുക്കിനി അങ്ങോട്ട് പോവാം. നമുക്കിനി കോഡ് സെറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ. ഇത് ലോങ് ഷർട്ട് ആണ്. ഇത് ലോങ് ഷർട്ടിന്റെ കളക്ഷൻസ് വേറെ അവൈലബിൾ ആണ്. നല്ല ഇതൊക്കെ പിടിക്കുമ്പോൾ നല്ല പഞ്ഞിക്ക് പിടിക്കുന്ന പോലെ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കളേഴ്സ് അങ്ങനെ. അപ്പൊ ഈ ഒരു സെക്ഷൻ, ഇനി അടുത്ത് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് മൊത്തം കോഡ് സെറ്റ്, വെസ്റ്റേൺ വെയർ, ഗൗൺ, വെസ്റ്റേൺ വെയർ ഒക്കെയാണ്. അങ്ങനെ ഷർട്ട്സ് വേണമെങ്കിൽ ഷർട്ട്സും ഉണ്ട്. അങ്ങനെ അതും ബിഗ് സൈസുകളുടെ ഷർട്ട്സ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട്. ലൂസ് മോഡലായിട്ട് ഓവർ സൈസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം? നമുക്ക് കോഡ് സെറ്റും തുടങ്ങാം. ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ കളർ അടിപൊളി. ഇത് സെയിം ഇതിന്റെ കളർ ചേഞ്ച്. അപ്പൊ അതിൽ നമുക്ക് കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ആ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണല്ലോ. അപ്പൊ ഇതിന് ഇതൊക്കെ എന്ന് പറയുമ്പോൾ സത്യം പറയാലോ, നമ്മള് മനസ്സിൽ നിന്ന് ഇങ്ങനെ തട്ടില്ല, ഇങ്ങനെ ഫീൽ ചെയ്ത് തൊടുമ്പോ നല്ല ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, കംഫി ആയിട്ട് ഫീൽ ചെയ്യും. അതിപ്പോ ഞാൻ ഈ സംഭവം ഇട്ടാലും, ഞാൻ ഇട്ടിരിക്കണ ആ ഒരു എത്നിക് വെയർ ആയാലും, ഇത് പിടിക്കുമ്പോഴായാലും നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ്, ആ ഒരു കംഫർട്ടബിൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് മേടിക്കാം. പിന്നെ ഇവർക്ക് എക്സിബിഷൻ അങ്ങോട്ട് നടക്കുന്നുണ്ട്. എക്സിബിഷൻ നടക്കുന്നത് ശോഭ സിറ്റിയിൽ, തൃശ്ശൂര് ശോഭ സിറ്റിയിൽ 15ഉം 16-ാം തീയതിയിലാണ്. 2 ദിവസമാണ് അല്ലേ. അതിന് ബ്രൗഷർ പേപ്പർ ഒന്ന് കൊണ്ടുവന്ന് ആ പേപ്പർ
ഞാൻ തന്നെ പോയി എടുക്കാൻ നല്ലത് ആ ബ്രൗഷർ ഒന്ന് കൊടുന്ന് നോക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് അടുത്തത് കാണിക്കാം കേട്ടോ. നമുക്കിവിടെ പ്രിന്റഡ് ആയിട്ടുള്ള നമുക്ക് വർക്ക് ഉള്ളതും വർക്കുള്ള കോട്ട് സെറ്റ് അവൈലബിൾ ആണ്. ഇത് വർക്കുള്ളത് ഇത് ഫുൾ സ്ലീവില് വരുന്നതല്ലേ? അപ്പൊ ഇത് ഫുൾ സ്ലീവ് ആയിരിക്കും അല്ലേ? ഇത് ഞാൻ ഇതാക്കി വെച്ചതാ. അതെ അതെ, ഇത് ഫുള്ള് അത്യാവശ്യം നല്ല ലോങ് സ്ലീവ് ആണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, എങ്ങനെ സ്റ്റൈൽ ചെയ്യാം. ഷർട്ട് അത് വേണമെങ്കിൽ ഷർട്ട് മോഡലായിട്ട് ഇടാം. ഇതാണ് ഇവരുടെ ബ്രൗഷർ വരുന്നത്. 16 അതെങ്ങനെയാ സമയം വരുന്നത്? രാവിലെ 10 തൊട്ട് രാത്രി 10 വരെ. ശോഭ സിറ്റിയിൽ കേട്ടോ, തൃശ്ശൂരാണ്. അപ്പോൾ അവിടെ ഇവരുടെ എല്ലാ വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് അത് ഏത് ഫ്ലോറിലുണ്ടാവുക? ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറി വരുന്ന ഫ്ലോറിൽ എന്തായാലും നമുക്ക് കിട്ടൂലേ? അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടേക്ക് വരാൻ പറ്റാത്തവരാണ്, അവിടെ നിന്ന് ആൾക്കാർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ശോഭ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കറങ്ങിയിട്ട് വരും ചെയ്യാം, കുറേ കളക്ഷൻസ് കാണുകയും ചെയ്യാം. അവിടെ നിന്ന് തന്നെ പർച്ചേസ് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, അടുത്തത് എടുത്താലോ? ഞാൻ എല്ലാം കാണിക്കാൻ റെഡിയാണ്, എത്ര ലെങ്തി വീഡിയോ ആയാലും. കാരണം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല. നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. അതുപോലെ ഇതൊക്കെ നമുക്ക് ഓവർ സൈസ് ഇങ്ങനെ ലൂസ് ടൈപ്പായിട്ട് നല്ല കംഫർട്ട്, ചിലർക്ക് ഇങ്ങനെ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു കോട്ട് സെറ്റ് ബെസ്റ്റ് ആണ്. 2 പീസ് ആണ് കേട്ടോ, ഇതിന്റെ കൂടെ പാന്റും വരും. അതെടുത്ത് പറയണം. ചിലർ നമുക്കിനി ഓവർകോട്ട് ഉള്ള ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഓവർകോട്ട് ഉണ്ട്, അതിന്റെ കൂടെ അപ്പൊ ഇത് സെപ്പറേറ്റ് ആക്കൂല? ഇത് ഉള്ളിലേക്കുള്ള ഇന്നർ വരുന്നത്, അതും നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽ. ഇന്നർ ആണെന്ന് വിചാരിച്ചിട്ട് അതിനും ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത് കൂടാണ്ട് ഇതിന് മുകളിലേക്ക് ഇടാനുള്ള ജാക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ജാക്കറ്റ് ലോങ് ആയിട്ട് വരുന്നത്, അങ്ങനെ എക്സ്പോസ് ചെയ്യാത്ത വിധത്തിലുള്ള കളക്ഷൻസ് ആണ് ഉള്ളത്. പിന്നെ വരുന്നത് ഫ്ലവർ പ്രിന്റിലുണ്ട്. അടിപൊളി. അതിൻ്റെ അടിയിൽ റഫൽ മോഡലായിട്ട് വരുന്ന കളക്ഷൻ ആട്ടോ. അതാ അടിയിൽ ഇങ്ങനെ റഫൽ മോഡൽ. ഇപ്പം ഇതിങ്ങനെ ജസ്റ്റ് ഒരു ഫ്രോക്ക് ടൈപ്പായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, പാൻറ് ഇടാണ്ട് തന്നെ അങ്ങനെ ഇടുന്നവരുണ്ട്. ഇത് വെറുതെ ഇങ്ങനെ മുട്ടിൻ്റെ ആൾക്കാരുണ്ട്. വെറുതെ ഇങ്ങനെ മുട്ടിൻ്റെ അവിടെ വരയ്ക്ക് ജസ്റ്റ് ഒരു ഫ്രോക്ക് ടൈപ്പായിട്ട് പാൻറ് വേണ്ട, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റും. അപ്പോൾ ഒരു വെസ്റ്റേൺ ടച്ചായി. ഇനി ഇത് വേറൊരു മെറ്റീരിയലാണ് കേട്ടോ. ഇതൊരു ബനിയൻ സ്റ്റഫ്, നമുക്ക് പോപ്കോൺ രീതിയിലുള്ള മെറ്റീരിയൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിൽ ലോങ് സ്ലീവ് ആണ്, അതുപോലെ ഷർട്ട് ബെസ്റ്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ. അടിപൊളിയാണ് കേട്ടോ. വിത്ത് 2 സൈഡ് പോക്കറ്റ് ഒക്കെ ആയിട്ട് കൂടുതൽ നെക്ക് വേണ്ട, ഫുൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കണം, അങ്ങനെയുള്ളവർക്ക് ഇത് അടിപൊളിയാണ്. ഇതിൽ ഭയങ്കര ഹെവിയാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ. നമുക്ക് അവൈലബിൾ ആണ്. ഇത് കുറച്ച് വെൽവെറ്റ് ടച്ചിൽ വരും. മറ്റേത് അത്ര വെൽവെറ്റ് അല്ല, അതും സോഫ്റ്റ് തന്നെയാണ്. പക്ഷെ ഇത് വരുമ്പോൾ കുറച്ച് വെൽവെറ്റ് ടച്ചായിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് കോട്ട് സെറ്റിൽ തന്നെ വരുന്ന കളക്ഷൻസ് എവിടെ നിന്ന് എടുക്കേണ്ടത്, ഏതാ എടുക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് സ്റ്റോക്ക് വെക്കുന്ന സ്ഥലം വേറെ അല്ലേ? ഇത് ഡിസ്പ്ലേ മാത്രമാണ് കേട്ടോ, നമുക്ക് സ്റ്റോക്ക് വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇതിന് വൈറ്റ് ബേസിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൻ്റെ സ്ലീവ് തന്നെയാണ് കേട്ടോ. സ്ലീവിൽ കണ്ടോ ഒരു നടുക്കിൽ റഫലായിട്ട് ഇവിടുന്ന് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഇത് കോട്ടൺ. ഇത് കോട്ടണിൽ വരുന്നത്. നേരത്തെ കണ്ടതൊക്കെ നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ്, നല്ല എന്ന് വെച്ചാൽ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ അലക്കി കഴിഞ്ഞാൽ അപ്പോൾ 5 മിനിറ്റിന്റെ ഉള്ളിൽ ഉണങ്ങി കിട്ടും. അതാണ് ഹോസ്റ്റലിലാണോ അല്ലേ? അനുഭവല്ലേ? ഹോസ്റ്റൽക്കാർക്കൊക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, പെട്ടെന്ന് ഉണങ്ങും. അതന്നെ പിന്നെ നമുക്ക് നാളെ ചെയ്യണ്ട. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് കേട്ടോ ഹോസ്റ്റലിൽ നിൽക്കുമ്പോ. പെട്ടെന്ന് അലക്കാം, പെട്ടെന്ന് പിന്നെ ബക്കറ്റിൽ അധികം സ്പേസും വേണ്ട, കുറച്ച് മതി. ഇത് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് ചെറുതാവും. അത് അങ്ങനത്തെ മെറ്റീരിയലാണ്. ഇനി കോട്ടൺ വേണമെന്ന് വെച്ചാൽ കോട്ട് സെറ്റിൽ അതും അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇനി കോട്ട് സെറ്റിന്റെ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഇത് കൂടാണ്ട് ഇപ്പുറത്തെ സൈഡ് നോക്കിയാലോ നമുക്ക്? ഇത് നിങ്ങളുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്? അത് നമുക്ക് കൈനാത്തായിട്ട് കണക്ഷൻ ഉള്ളു. നമുക്ക് ഇതുണ്ട്, കൈനാത്തിന്റെ നമ്മൾ ഒരുമിച്ചാ ചെയ്യാം. കൈനാത്ത് കോഴിക്കോട് ഉള്ളതാണ്, ആയിട്ടുള്ള ഇതാണ് ഷോപ്പ. ഓക്കെ. അപ്പൊ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ വെറൈറ്റീസ് ഒന്ന് പറഞ്ഞേ. ഇത് കഫ്താൻ ടൈപ്പ് ആയിട്ടല്ലേ, ഗൗണാണ്. ഇത് നമുക്ക് നടുക്കിക്കൂടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിപ്പോൾ കഫ്താൻ എന്ന് പറയാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ലൂസ്. കഫ്താൻ എന്ന് പറയുമ്പോൾ നമുക്ക് കൈയൊന്നും സെപ്പറേറ്റ് ഉണ്ടാവില്ല. ഇത് അങ്ങനെയല്ല, എന്നാലും നടുക്കിൽ നമുക്ക് ഷേപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിൽ പ്രിന്റ്സ് പല പ്രിന്റ്സിൽ കിട്ടും. ഇനി ഇത് നെക്ക് നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ചൈനീസ് കോളർ നെക്കിലാണ് വരുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഒരു റഫൽ മോഡലായിട്ട് വരുന്നത്,
ഒരു 1 ടയർ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ, വിത്ത് ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട്. അങ്ങനെ സ്ലീവൊക്കെ നോക്കിയാൽ നല്ല അടിപൊളി സ്ലീവൊക്കെയാണ് വരുന്നത് കേട്ടോ. ഷിഫോണിൽ മെറ്റീരിയൽ വൈസും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇത് സിൽക്ക് നേരത്തെ കണ്ടെന്ന് വെച്ചാൽ ഇത് ജോർജറ്റ് ഷിഫോണിന്റെ മെറ്റീരിയലാണ്. ക്രേപ്പിലുണ്ടാവും, സിൽക്കി മെറ്റീരിയലുണ്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റാ. ഉപയോഗിക്കണ്ടല്ലേ? ഇത് ഉപയോഗിക്കുന്നവർക്ക് അറിയാം കേട്ടോ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും അതിൻ്റെ ഒരു ഫിനിഷിങ്ങും. അവരൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക മെയിൻ്റെനൻസ് കുറവായി ഈ ഒരു സംഭവത്തിന്. നമുക്ക് വാഷ് ചെയ്യേണ്ട, അയൺ ചെയ്യേണ്ട, പെട്ടെന്ന് ഉപയോഗിക്കാം, അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ നല്ല. ഇതൊക്കെ നമുക്ക് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ അല്ലേ. ഡെയിലി വെയറിനൊക്കെ നല്ല നല്ല പ്രിൻസുകൾ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ റേറ്റ് വൈസ് ഇപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരുമ്പോഴൊക്കെ എങ്ങനെയാണ് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നത്? 999 ആണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മൾ ചൂസ് ചെയ്യണ മെറ്റീരിയൽ അനുസരിച്ചിട്ട് ഇരിക്കും. ഓരോന്ന് തരുമ്പോൾ എന്തൊരു സോഫ്റ്റ് മെറ്റീരിയൽ. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു ഷേപ്പും വേണ്ട, ഒരു ജിമ്മിനും പോകണ്ട, ഇതുപോലത്തെ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിൾ അല്ലേ? എന്തൊരു സുഖമാണ് നോക്കിയേ. മഴയത്ത് ഇട്ടാലും നമുക്കൊരു പ്രശ്നമില്ല. ഇപ്പം അടിയിൽ ഇപ്പോൾ ചെളി ആയാലും എന്തായാലും അടുത്ത മഴ പെയ്യുമ്പോഴേക്കും അത് ഉണങ്ങി ഒന്ന് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടിക്കോളും. അത്രയും സുഖമാണ്. മഴയത്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇട്ട് പോവാം. പെട്ടെന്ന് നനഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങി പോവും. അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ. ഇത് ഫ്ലവർ വന്നിട്ടുള്ളത് അല്ലേ, അതിലും റഫൽ മോഡലായിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ 2 ടയറായിട്ടുള്ള ഒരു റഫൽ. ഇത് ഫുൾ ഓപ്പണബിൾ അല്ലേ? ആ അല്ല, ഇവിടെ വരെ ഉള്ളൂ. ഇത് ഇവിടെ വരെ ഓപ്പണബിൾ ആണ് കേട്ടോ. ബാക്കിയുള്ള ഡയറക്റ്റിങ്ങിന് കയറുന്നത് അങ്ങനെ. വൈറ്റ് ബേസിൽ അതിലിങ്ങനെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അടിപൊളി വെറൈറ്റി. ഓറഞ്ച് ഒക്കെ ഉണ്ടോ? ഇതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടായിരുന്നോ? നല്ല കളർഫുൾ ഒരു ഐറ്റം കേട്ടോ. സംഭവം പറയുകയാണെങ്കിൽ ഫുൾ മോളിൽ നിന്ന് തൊട്ട് നമുക്ക് റഫലായിട്ട് വരുന്ന ഒരു മോഡലാണ്. ഇതൊക്കെ ഭയങ്കര ലൂസും ലെങ്ത്തും പിന്നെ ഭയങ്കര ഇങ്ങനെ സ്പേസും ഉണ്ടാവും കണ്ടോ. ഒരു ഈ 3XL വരെ ഈ ഒരു സൈസിൽ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പിടിച്ചിരിക്കുന്നത് 3XL സൈസിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് മീഡിയം ലാർജ് അങ്ങനെയാണോ സൈസസ് വരുന്നത്? മീഡിയം ലാർജ് XL, XXL, XXL. അപ്പോൾ 3XL ആണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടാത്തത് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അതുവരെ പറഞ്ഞ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല. ഇതൊക്കെ അത്രയും നല്ല ക്വാളിറ്റിയും നല്ല വെറൈറ്റിയുള്ള ഐറ്റംസ് ആണ്. എന്നാലും നമുക്കിപ്പോൾ ഒന്നും വേണ്ട, ഇതിൽ നിന്ന് ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇവിടെ ആകെ ഒരു പീസുള്ളൂ. ഇതിൻ്റെ ഇനി വേറെ വേണമെന്ന് പറയുകയാണെങ്കിൽ അതൊരു 10 പീസ് പറഞ്ഞാൽ അതും വരെ ചെയ്ത് തരുന്നതായിരിക്കും അല്ലേ? അടിപൊളി. ഓക്കെ, തൃശ്ശൂർ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത്, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ ഇത്ര നല്ലൊരു ഷോപ്പ് വന്നിട്ടുള്ളത്. സംഭവം കളിക്കട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഓവറോൾ സീക്വൻസ് ഉള്ള ടൈപ്പ്. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു കാന്തര നമുക്ക് സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. ഇത് വീവിങ് അല്ല, സ്റ്റിച്ചിങ് ആണ് വന്നിട്ടുള്ളത് കാന്തര. അതുപോലെ തന്നെ സ്വീക്വൻസ് വർക്കും വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിന്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു A ലൈൻ പോലത്തെ ആയിട്ടുള്ള ഫുൾ ഗൗൺ. അടിപൊളി. ഇത് ഫുൾ ഓപ്പണബിൾ അല്ലേ? അതെ. ഇതിലൊക്കെ പോക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാവോ? പോക്കറ്റ് ഉണ്ട്. എനിക്ക് കണ്ടപ്പോൾ ആ ഒരു ഫീല് തോന്നി. ചിലതിലുണ്ടാവും, ചിലതിലുണ്ടാവില്ല. അങ്ങനെ മാറി നിൽക്കും. പിന്നെ ഈ കണ്ടതൊക്കെ ചിലപ്പോൾ നാളെ കാണില്ല. എപ്പോഴും വെറൈറ്റികൾ മാറി നിൽക്കും. കാരണം എന്ന് വെച്ചാൽ ഓൺലൈൻ റീറ്റെയിൽ ഷോപ്പാണ്. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് അപ്പം പോയിക്കൊണ്ടിരിക്കും. പുതിയ വെറൈറ്റി കളക്ഷൻസ് വരും. ഇനി അടുത്തേക്ക് കിടന്നല്ല, കാരണം ഇത് കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. ഇനി ഈ ഒരു സെക്ഷനിലേക്ക് വരാം. ഈ ഒരു സെക്ഷൻ എന്താണ്? അവിടെ നിന്നോ? ഓക്കെ, ഇനി പറയാം. ഇത് ഫുൾ ഷർട്ട് ടൂണിക്സിന്റെ സെക്ഷനാണ്. അപ്പൊ നമുക്ക് ഷർട്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഇത് കോഡ് സെറ്റ് ആണ്. ഇവിടെ കോഡ് സെറ്റിന്റെ ഇതുണ്ട്. കോഡ് സെറ്റും അതുപോലെ ടൂണിക് സ്റ്റൈലിലുള്ളത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഈ ഒരു കൗണ്ടറിൽ ഇരിക്കുന്നത്. അപ്പോൾ കോഡ് സെറ്റിന്റെ നമ്മൾ നേരത്തെ കണ്ടത് കൂടാണ്ട് അത് കുറച്ച് ലോങ് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ തന്നെ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനത്തെ ഒക്കെയും വ്യത്യാസങ്ങളുണ്ട്. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ പിടിച്ചിരിക്കുന്നത് ഇത് ജോർജറ്റ് ആണെങ്കിൽ ഇത് വേറെ മെറ്റീരിയലാണ്. ഒക്കെ മെറ്റീരിയൽ വൈസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ മെറ്റീരിയൽ എല്ലാതും നല്ലതാണ് കേട്ടോ. നല്ല മെറ്റീരിയൽസ്. ഇതൊക്കെ കോഡ് സെറ്റിൽ വരുന്ന കളക്ഷൻസ് അല്ലേ? ഇതിൽ ബെൽറ്റ് അടക്കം ഉണ്ട് കേട്ടോ. 3 പീസ് എന്ന് പറയാം. അപ്പോൾ ഓക്കെ, ഇനി ഇത് നോക്കിയേ. ഇത് ടൂണിക് സ്റ്റൈലിൽ അല്ലേ? ഇത് ഏതാ സൈസ്?
അത് XXL അല്ല എക്സൽ സൈസ് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയുണ്ട്. ഞാനിവിടെ ഇങ്ങനെ മിററിൽ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രസ്സ് പോലെയൊക്കെ യൂസ് ചെയ്യാം. അടിയിൽ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ടൂണിക് അല്ലേ, ടൂണിക് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ടീനേജുകാർക്കൊക്കെ നല്ല അടിപൊളിയായിരിക്കും കണ്ടോ. പിന്നെ ഇത് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഇതിൻ്റെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതാ അടിപൊളി കളക്ഷൻസ് ആണ്. മെറ്റീരിയൽ വൈസ് സീരിയസ്ലി പറയാണ് കേട്ടോ, ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ്. അതുപോലെ റേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ റേറ്റ് ഒന്നിൻ്റെയും നോക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ക്വാളിറ്റി മാത്രം നോക്കുന്നു. റേറ്റ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി മേടിക്കുന്നവര് അല്ലേ. നമുക്ക് ലോങ് ഷർട്ട് ആണ് വരുന്നത്. ഷർട്ട് ടൈപ്പ് ആയിട്ടല്ലേ. ഓക്കെ, ഫുൾ ത്രെഡ് വർക്ക് ആണ് അതിൽ കാണുന്നത്. ഓ സോറി ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടുത്ത് വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടോ, ഫുൾ ആ ടോൺ ടു ടോണിൽ അതിൻ്റെ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ലോങ് ഷർട്ടാണ്. ഇതിൻ്റെ അടിയിലേക്ക് ജീൻസോ ലെഗിൻസോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് ആ മുട്ട് വരെ വരും അല്ലേ. പിന്നെ ഇതെന്ന് പറയുമ്പോൾ സ്ലീവ് ഇങ്ങനെ ഒരു സ്ലീവ് ടൈപ്പ് ആയിട്ട് വരുന്നത് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ എനിക്കിത് ഇഷ്ടമായി, അടിപൊളി കേട്ടോ. ഇതാദ്യം കണ്ടെങ്കിൽ ഞാൻ ഈ ഒരു എത്തനിക്ക് ചുടിദാർ ഇടില്ലായിരുന്നു, ഇത് മാത്രം ഇട്ടേന്. അടിപൊളി ഇഷ്ടമായിട്ടോ. നല്ല ഭയങ്കര ഇങ്ങനെ ഷേപ്പിലും വേണ്ട, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ലൂസ് ടൈപ്പായിട്ട് ഫ്രീ ആയിട്ട് നടക്കും ചെയ്യാം. ഇതാ ഇതുപോലത്തെ നല്ല നല്ല ലോങ്ങിൽ വരുന്ന ഷർട്ട് മാത്രമായിട്ട് കിട്ടുന്നത്. ഇതിലും സെൽഫ് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സെൽഫ് ഡിസൈൻ അത് അടുത്തേക്കൂടെ വരുമ്പോഴാണ് ശരിക്കും അറിയുള്ളൂ അവർ. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഒക്കെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ് വരുന്നത്. ഇത് വലിയ പ്രിന്റിൽ വരുന്നതാണ് കേട്ടോ. അതായത് ഫുൾ ഓപ്പണേബിൾ ആണ്. ഈ കാണുന്നത് ഫുൾ ഓപ്പണേബിൾ ആണ്. ഇവിടുന്ന് ഫുൾ ഓപ്പൺ, പിന്നെ ഒരു ബെൽറ്റിന്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നമ്മള് നേരത്തെ കണ്ടത് കോട്ട് സെറ്റ് ആണ്. ഞാൻ ആ മെറ്റീരിയൽ കണ്ടപ്പോഴേ അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇവരുടെ ഓൺ മാനുഫാക്ചറിങ് ആണ്, ഓൺ സ്റ്റിച്ചിങ് ആണ്. ഇതിന്റെ അവരുടെ അടുത്ത് എവിടെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പ്രൂഫ് കിട്ടി. ആ പ്രൂഫാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. ഇത് കോട്ട് സെറ്റിൽ വരുന്നത്, അതുപോലെ ഇത് നമുക്ക് ലോങ്ങിൽ വരുന്നത് അല്ലേ. ആ ഓക്കെ. അപ്പോൾ അതിൽ പാൻറ് ഉണ്ടാവും, ഇതിൽ പാൻറ് ഉണ്ടാവില്ല. അപ്പോൾ മാനുഫാക്ചറിങ് ആണെന്നുള്ള കാര്യം ഉറപ്പായി കേട്ടോ. ഇനിയിപ്പോൾ ഒരു തെളിവ് വേണ്ട. ഇപ്പഴത്തേക്ക് വന്നോ. ഇത് ഷർട്ടാണ്. ഒരു സോഫ്റ്റ് ക്രേപ്പ് ടൈപ്പ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലും യൂസ് ചെയ്ത്, ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ചെക്കിൽ കോട്ടൻ്റെ മെറ്റീരിയലിൽ വരുന്ന കളക്ഷൻ. പിന്നെ ജീൻസിൻ്റെ മെറ്റീരിയൽ വേണമെങ്കിൽ, ഡെനിമിൻ്റെ മെറ്റീരിയൽ വേണമെങ്കിൽ അതും ഉണ്ട്. ആ ഒരു മെറ്റീരിയലും നമുക്ക് ഷർട്ട് ടൈപ്പ് ആയിട്ട് അത് ലൂസായിട്ട് വരുന്ന ഒരു ഷർട്ട്സ് ആണ് കേട്ടോ. വെറൈറ്റികളുണ്ട് കേട്ടോ. വെറൈറ്റിക്ക് ഒരു കുറവുമില്ല. സമയം എത്ര മണിയാന്ന് പറഞ്ഞാൽ 10 മണിയാണ്. 10 മണി കഴിഞ്ഞിട്ടല്ലേ, മടിയത്തികളാണ് വരാനായിട്ട്. 10 മണി കഴിഞ്ഞിട്ട് അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ഇതൊക്കെ കഴിഞ്ഞ് രാത്രി പക്ഷേ 8 മണി 8:30 വരെ ഉണ്ടല്ലേ. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ രാത്രി ആയാലും നേരം വൈകിട്ടായാലും വരാം. ഇതൊക്കെ വേറെ മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. അതൊക്കെ നല്ല സിൽക്കിൻ്റെയും ജോർജറ്റിൻ്റെ മെറ്റീരിയലും. ഇത് നമുക്ക് മറന്നുപോയി, ഇതൊരു കോട്ട് സെറ്റ് ആണ്. ഡീറ്റെയിലിംഗ് അത് കാണിക്കാൻ വിട്ടുപോയി. പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമാണ്. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു വർക്കൊക്കെ വന്നിട്ടല്ലേ, ഒരു കട്ട് വർക്ക് വന്നിട്ട് ആപ്ലിക് വർക്ക് അടിപൊളി. പക്ഷെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇത് ജോർജറ്റിന്റെ മെറ്റീരിയൽ. ഇത് ഷർട്ടാണ്, ജീൻസ് ടോപ്പ് അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഫ്രണ്ടിൽ കുറച്ച് കയറിയിട്ടും ഹൈലോ പാറ്റേണിൽ വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ കയറിയിട്ടും ബാക്കിൽ ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ളത്. അപ്പോൾ ഹൈലോ പാറ്റേണിലുള്ള ഷർട്ട്സും അവൈലബിൾ ആണ്. ഇനി വരുന്നത് നമുക്ക് ഇത് കുറച്ച് സ്റ്റോക്സ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് അല്ലേ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വെച്ചിട്ട്. പിന്നെ വരുന്നത് ഇവിടെ അബായ സെക്ഷൻ അപ്പുറത്തെ സൈഡ്. അത് ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് പിന്നെ കാണാം. ഇനി നമുക്ക് കുറച്ച് ഷർട്ട്, ഓക്കെ, കുറച്ച് ഷർട്ട് അവൈലബിൾ ആണ്. ഷർട്ട്സ്, ഈ ഷർട്ടും കോട്ടന്റെ നല്ല മിക്കതും നമുക്ക് XXL, XXL അവൈലബിൾ ആണ്. ഓക്കെ, പ്ലസ് സൈസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് അത്യാവശ്യം ഇതിനു വേണ്ടി മാത്രം ആൾക്കാർ വരും. ഓ, പ്ലസ് സൈസുകാർക്ക് വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ. കളേഴ്സ് ഇതൊക്കെ നല്ല ലൂസ് ടൈപ്പ് ആയിട്ടല്ലേ, ഓവർ സൈസ്. ഇതിപ്പോ സൈസസ് ഒക്കെ എങ്ങനെ വരും? ഇത് ബ്രാൻഡഡ് ഐറ്റം അല്ലേ. നമുക്കിപ്പോ അത് കുറച്ച് കട്ട് ചെയ്യാൻ പറ്റും. ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയൽ, വെയിറ്റ്ലെസ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉള്ളിൽ ജസ്റ്റ് ഒരു ഇന്നർ ഇട്ടിട്ട് ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻ. കളർ സൂപ്പറാണ് കേട്ടോ. നല്ലൊരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. പക്ഷേ ഈ രണ്ട് ഡാർക്ക് വേണമെന്ന് വെച്ചാൽ ഡാർക്ക്, ലൈറ്റ് വേണവർക്ക് ലൈറ്റ് എടുക്കാൻ പറ്റും. രണ്ടും മെറ്റീരിയൽ സെയിം ആണ് കേട്ടോ. അടിപൊളി. ഇതൊക്കെ പാർട്ടി വെയറിനും യൂസ് ചെയ്യാം. മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിലേ ഇനിയിപ്പോൾ വൈറ്റ് തന്നില്ല എന്നൊരു കുറവ് വേണ്ട. ഇനി വൈറ്റിന് വൈറ്റും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. സെയിം മെറ്റീരിയൽ തന്നെ വൈറ്റും വരുന്നുണ്ട് കേട്ടോ. ഓഫ് വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ചിക്കു ഷെയ്ഡ് ഉണ്ട്,
പിന്നെ ഇത് ഡെനിമിൽ തന്നെ വൈറ്റ് വേണമെന്ന് പറയണവർക്ക് അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകത ഇതാണ്. കണ്ടോ, ഞാനിത് കണ്ടുപിടിച്ചത്, ഒളിപ്പിച്ച് വെച്ച സംഭവം കണ്ടോ, അടിപൊളി കേട്ടോ. ഇത് ഫുൾ ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇത് പ്രിന്റ് അല്ല കേട്ടോ, ത്രെഡ് വർക്കാണ്. വാഷ് ചെയ്താൽ പോവില്ല, ഫുൾ ത്രെഡിൽ വന്നിരിക്കുന്ന വർക്ക്. ഇവിടെ മാത്രമല്ല, ഈ അടി പോർഷനിൽ എവിടെയോ കണ്ടൂല ഞാൻ. ഒരു ബട്ടർഫ്ലൈ ഇവിടെയും ഉണ്ട്. ഒക്കെ ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതൊന്നും ഇതല്ല, കമ്പ്യൂട്ടർ ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ള വർക്കാണ് ഡെനിമിൻ്റെ. അടിപൊളി സൂപ്പർ. ഇനിയിപ്പോൾ ഇത്ര നേരം നമ്മൾ കാണിച്ചത് മൊത്തം പ്ലെയിൻ. പ്രിന്റിൽ വേണമെന്ന് വെച്ചാൽ പ്രിന്റിലും ഉണ്ട് അല്ലേ? ഓക്കെ. ബ്ലാക്ക് കാണിച്ചില്ല എന്ന് പറയണ്ട, അതിൻ്റെ ഒരു വിഷമം തീർക്കാതെ. ബ്ലാക്കും ഉണ്ട് കേട്ടോ. ഒക്കെ നല്ല മെറ്റീരിയൽ വൈസ് അടിപൊളിയാണ്, പ്രിന്റിലും അടിപൊളിയാണ്. ഇത് പ്രിന്റിലല്ലേ നമ്മൾ നേരത്തെ കാണിച്ചത്, പക്ഷെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ളത്. ഏതാ ഇപ്പൊ എടുക്കണ്ടേന്ന്? ഇത് കോട്ട് സെറ്റ് അല്ലേ? ഇത് കോട്ട് സെറ്റ് വരുന്നത്. ഇത് കോളർ ടൈപ്പ് ആയിട്ടുള്ളതാണെങ്കിൽ ഇത് റൗണ്ട് നെക്കിൽ വരുന്നതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. നെക്ക് വൈസ് നോക്കുകയാണെങ്കിൽ കോട്ട് സെറ്റ് 2 പീസിന്റെ എന്ന് വെച്ചാൽ പാൻറ് അടക്കം വരുന്നത് സെയിം കളറിൽ വരുന്നത് അല്ലേ? ഇതിന്റെ ഒക്കെ സൈസസ് എങ്ങനെ വരിക? ഡബിൾ എക്സൽ വരെ കിട്ടും അല്ലേ? ഒക്കെ സിംഗിൾ പീസായിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് റീറ്റെയിലാണ്. ഇതാ മെറ്റീരിയൽ നല്ലതാ പറഞ്ഞ് ഞാൻ തോൽക്കില്ല, കാരണം അടിപൊളി മെറ്റീരിയലാണത്. നിങ്ങളൊന്ന് വന്ന് തൊട്ടൊന്ന് ഫീൽ ചെയ്തോ. നല്ല കളക്ഷൻസ് ഉണ്ട്. പിന്നെ വീഡിയോ കോളിൽ നിങ്ങൾ മെറ്റീരിയലിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ, ഏതാ മെറ്റീരിയൽ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ പിന്നെ ആ ഒരു സംശയം തീർന്നു. ഇത് കറക്റ്റ് ഷർട്ട് ടൈപ്പാണ്, ഷർട്ടും പാൻറ്റും നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരും. കോട്ട് സെറ്റിൽ അല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ ആണുങ്ങളെ പോലെ നടക്കണമെങ്കിൽ അങ്ങനെ നടക്കാമെന്നല്ലേ? ഓക്കെ. ഇത് കുറേ ഉണ്ട്, ഇനിയും കാണിക്കാൻ കിടക്കുന്നുള്ളൂ അവിടെ. ഇതെന്തത് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ആ ചെടികളുടെ ഒരു പ്രിന്റ് പോലെയാണ് കേട്ടോ ചെയ്യണത്. ഇത് കണ്ടപ്പോൾ എല്ലാ കാറിന്റെ പിന്നിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രിന്റുകൾ കാണും. അപ്പൊ എഴുതിയിട്ടുണ്ടാവും ഗോഡ്സ് ഓൺ കൺട്രി. അപ്പൊ ഇത് കൂടാണ്ട് ഇനിയും വെറൈറ്റികൾ കിടക്കുന്നുണ്ട്. വെറൈറ്റി എന്ന് പറയുന്നത് ഇനി ഇപ്പുറത്തെ സൈഡിൽ ഇവിടെയും ഉണ്ട് ഷർട്ടുകൾ, പോപ്കോൺ മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ ഗൗൺസ് ഉണ്ട്. എത്നിക് വെയർ ഇപ്പുറത്തും വെച്ചിട്ടുണ്ടോ? ഇത് ഫുൾ കോട്ടൺ, നമുക്ക് ഡെയിലി യൂസിന് പറ്റിയത്. ഓക്കെ. നേരത്തെ കണ്ടത് നമ്മൾ പാർട്ടി വെയറിലായിരുന്നു. അപ്പൊ ഇനി ഡെയിലി വെയറിനെ കുറച്ച് നമുക്ക് കണ്ടാലോ. ഇതൊക്കെ ഫുൾ കോട്ടണിൽ അല്ലേ? കോട്ടണിൽ വരുന്ന നമുക്ക് നല്ല ലൈറ്റ് വെയിറ്റിൽ വരുന്ന ലൈറ്റ് കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ. അതിൽ ഇതൊക്കെ 3 പീസ് ആണ് അല്ലേ ഇത് വരുന്നത്? എല്ലാം 3 പീസിൽ. ഓക്കെ. ഇതൊക്കെ 3 പീസിൽ വരുന്ന കളക്ഷൻസ് ആണ്. നല്ല വെറൈറ്റി കളക്ഷൻസ് കസ്റ്റമേഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാ കോട്ടൻ്റെ ഡെയിലി വെയർ കളക്ഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഇതൊക്കെ ജയ്പൂരി സ്റ്റൈലിലുണ്ട്, ജയ്പൂരി അല്ലാത്തതുണ്ട്, പ്രിന്റ് ടൈപ്പ് ആയിട്ടുള്ളത്. ഇതാ ഇതൊക്കെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. യോക്കിൽ വന്നിരിക്കുന്ന വർക്ക് നമ്മളൊക്കെ പെട്ടെന്ന് കാണിച്ചു പോവാണ്, കാരണം ഇനിയും കളക്ഷൻസ് കാണിക്കാൻ ബാക്കിയാണ്. പറയൂ. കുറേ ഉണ്ട് കാണിച്ചത്. എങ്ങനെ സൈസസ് വരുന്നത്? ഇതിന്റെ സൈസ് ഇപ്പൊ വരുന്നത് ലാർജാണ്. നമുക്ക് ലാർജ് തൊട്ട് ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ്. ലാർജ് എക്സൽ വരെ നമുക്ക് ചിലതൊക്കെ ട്രിപ്പിൾ എക്സൽ വരെ ഉണ്ടാവും. ഓക്കെ. അതിൽ ലൈറ്റ് ഷെയ്ഡും ഉണ്ട്, ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. പിന്നെ വിത്ത് ദുപ്പട്ട അടക്കമാണല്ലേ ഇപ്പൊ ഇത് ഫുൾ കാണിക്കുന്നത്. അതിൽ സ്വീക്വൻസ് വർക്ക് ആയിട്ടുള്ളതുണ്ട്. ഇത് അടിപൊളി കളറല്ലേ, നല്ല ഭംഗിയുണ്ട്. കളർ വൈസ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഉണ്ട്, ബ്ലാക്ക് വേണമെന്ന് വെച്ചാൽ ബ്ലാക്ക് ഉണ്ട്. അതിൽ വീനെക്ക് ഇവരുടെ കോട്ടൻ്റെ മെറ്റീരിയൽ ആയാലും നല്ല മെറ്റീരിയലാണ്. അതുപോലെ വീനെക്കില് പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇക്കത്തിൻ്റെ പ്രിന്റിൽ വന്നിട്ടുള്ളത്. നെക്കിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എംബ്രോയിഡറിയുടെ വർക്ക്. നല്ല കളക്ഷൻസ് ആണ്. 42 ആണ് അത് സൈസ് വരുന്നത്. ഇക്കത്തിൻ്റെ പ്രിന്റ് കോട്ടണിൽ അടിപൊളി. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കൊക്കെ നല്ലതായിരിക്കും. ഇതും 3 പീസിൽ തന്നെ മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട വെച്ചിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ. നല്ല ഫുൾ പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ 3 പീസിൻ്റെ ഡെയിലി വെയറിൻ്റെ കോട്ടൻ്റെ കളക്ഷൻസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കൂടാണ്ട് ഇവിടെ 2-3 പാർട്ടി വെയർ വെച്ചിട്ടുണ്ടല്ലോ. അവിടെ സ്ഥലം ഇല്ലാണ്ടായപ്പോൾ ഇവിടെ കൊണ്ട് കൊളുത്തിയില്ലേ. പാർട്ടി വെയറിൽ ഇതിൻ്റെ കളർ ഓപ്ഷൻസും ഉണ്ട്. പിന്നെ ഇതും നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏത് കളർ വേണം? ഇതാണോ? അടിപൊളി അല്ലേ? ഓക്കെ. അപ്പൊ ബ്ലാക്ക് വന്നപ്പോ ബ്ലാക്ക് മതിയായി. അതിലും നമുക്ക് ദുപ്പട്ടയിൽ ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് കേട്ടോ, നല്ല വർക്ക് നന്നായിട്ടുണ്ട്. പിന്നെ അതുപോലെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ജോർജറ്റിൽ.
ഇനി ഇതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ നമുക്കിവിടെ കുറച്ച് ഗൗൺ അവൈലബിൾ ആണ് ഇവിടെ. നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചതാ. കുറച്ച് ഗൗൺ ഉണ്ട്, കുറച്ച് സെമി പാർട്ടി വെയർ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് കുറച്ച് ഗൗൺ ടൈപ്പ് ആണ്. ഇത് ഗൗൺസ് നമുക്ക് ഡെയിലി വരണൊക്കെ ഡെയിലി വരണം. അപ്പൊ ഈ ഗൗണിന്റെ കൂടെ ഒരു ദുപ്പട്ടയും കൂടി കാണുന്നുണ്ടല്ലോ. അല്ല, ഇത് ചുരിദാർ. ഡെയിലി ആൾക്കാർ കസ്റ്റമേഴ്സ് കൊണ്ട് വെച്ച് കണ്ടിട്ടുള്ളത് അല്ലേ? ഓക്കെ. ഇത് അറ്റാച്ച്ഡ് ആണോ? അല്ലല്ലോ, ഇതാ ഇത് സിമ്പിളായിട്ട് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ ഇത് വെസ്റ്റേൺ വെയർ ആയി. ഈ സ്ലീവ്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആ ഷർട്ടിന്റെ കൂടെ യൂസ് ചെയ്യാം. ഇനി അത് വേണ്ട, രണ്ടും കൂടി വേണമെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്യാം. ഇതാ പക്ഷെ എനിക്ക് പറഞ്ഞത് ഇങ്ങനെ 2 പീസ്, ഇത് 2 2 പീസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ. പിന്നെ ഗൗൺ എവിടെ ഇരിക്കുന്നു പറഞ്ഞ? ഗൗൺ ഇവിടെ ബാക്ക് സൈഡിലൊക്കെ. ഓക്കെ. ഇങ്ങോട്ട് മാറ്റി വെച്ചതാ. ഇത് വലിയ നല്ല ഫ്ലയർ ആയിട്ടുള്ള ടൈപ്പ് അല്ലേ? നല്ല ഫ്ലയർ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ഗൗണ് ഇത്. പിന്നെ ഇത് എന്താ സംഭവം? ഇത് അബായയാണ്. അബായയുടെ സെക്ഷൻ തുടങ്ങി. ഓരോരോ സെക്ഷനിലേക്ക് പോകുമ്പോഴാണ് എന്താണ് അതിന്റെ ഡിഫറൻസ് എന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇനി ആ ഒരു സെക്ഷനിലേക്ക് പോയാലോ? ഇത് എന്ന് പറയുമ്പോ ഫുൾ ഓപ്പൺ ആണോ? ഇത് ഷ്രഗ് ടൈപ്പ് ആയിട്ടുള്ള എന്നുവെച്ചാൽ നമ്മള് പർദ്ദ ഇടുമ്പോ അതിന് മുകളിൽ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അതിന്റെ ഇതിൽ നമ്മളിങ്ങനെ ബെൽറ്റ്. അപ്പൊ അടിപൊളി. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ? അടുത്ത സെക്ഷനിൽ ഇങ്ങനെ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഫുൾ കാണുന്നത് നമുക്കതാ അബയാസ്. അപ്പൊ ഈ ഫുൾ ബ്ലാക്ക് ആണോ വരുന്നത്? അല്ല, നമുക്ക് കളർ അവൈലബിൾ ആണ്. ഓക്കെ. നമ്മളിപ്പോ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എംബ്രോയിഡറി ഉള്ള ടൈപ്പാണ്. ഓക്കെ. നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇപ്പൊ ചിലവരുണ്ടല്ലോ അബായ മാത്രം ഇടുന്ന ആൾക്കാർ, അവർക്ക് പാർട്ടിക്ക് പോകുമ്പോ വർക്കുള്ളത് ഇടാം. ഓക്കെ. ഓടായിട്ട് നിക്കില്ല. അതെ. അപ്പൊ നല്ല പാർട്ടി വെയറിൽ ഫംഗ്ഷൻ ഒക്കെ വരുമ്പോ അതിനും നമുക്ക് മാറ്റി നിർത്തേണ്ട നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത്. ഇതിനൊക്കെ വരുമ്പോ നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ എത്ര വരും റേഞ്ച്? ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ 2000. ഞാൻ ഹെൽപ്പ് ചെയ്യണം. സോറി. വാവ്. നമ്മൾ ശരിക്കും ആ ഒരു കുർത്തിയിൽ നമ്മൾ പാർട്ടി വെയറിൽ കണ്ട ഒരു സംഭവം തന്നെ അതിൽ വർക്കായിട്ടുള്ളത്, ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻസ് കണ്ടോ? ഇതൊക്കെ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ. അതുപോലെ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ ഇതിന് എന്തോ ഒരു മെറ്റീരിയൽ പറയുമല്ലോ, ഞാൻ മറന്നുപോയി പെട്ടെന്ന്. ഞാനിത് ഓർമ്മ കിട്ടണില്ല. സംഭവം ഉണ്ട് ഈ മെറ്റീരിയലിന്. ഞാൻ ഇത് കൂടുതൽ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ചെയ്യാറുണ്ട്. പക്ഷേ മെറ്റീരിയൽ വൈസ് നല്ല അടിപൊളിയാണ്. ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് ഇത് വരുന്നത്, നമ്മുടെ ഇവിടുത്തെ നോർമൽ ഫാബ്രിക് അല്ല. ഇതിപ്പോൾ നമുക്ക് സിൽവർ ആണെങ്കിൽ നമുക്കിനി ബ്ലാക്ക് സെയിം ടോൺ ടു ടോണിൽ ഹാൻഡ് വർക്ക് വരുന്ന കളക്ഷൻസും ഉണ്ട് കേട്ടോ അബയാസിൽ. ഇതൊക്കെ ഫുൾ പാർട്ടി വെയറിൽ പോകുന്ന കളക്ഷൻസ് അല്ലേ? ഒക്കെ ഒന്നിലൊന്ന് മെച്ചം വരുന്ന നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതാ ഇത് ഹാൻഡിലാണ് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഹെവി വർക്ക് ആട്ടോ. ആ വർക്കൊക്കെ നോക്കിയാൽ നല്ല ഹെവി പീസ്. സ്ലീവിൽ മാത്രമാണ് കേട്ടോ ഇതിന് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് സ്ലീവിലാണെങ്കിൽ ഇത് സ്ലീവും വിത്ത് ഈ ഒരു ബോഡിയുടെ പോർഷനിലും നമുക്ക് ഈ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് എംബ്രോയ്ഡറി വർക്കും അതുപോലെ തന്നെ ക്രിസ്റ്റൽ സ്റ്റോണാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷേ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ഒക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ. പക്ഷേ എല്ലാ മെറ്റീരിയൽസിലും ഡിഫറൻസ് ഉണ്ട്. ചിലതിന് ഷിമ്മറി ഉണ്ട്, ചിലത് നല്ല ജെറ്റ് ബ്ലാക്ക് അങ്ങനത്തെ മെറ്റീരിയൽ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ സ്ലീവ് നമുക്ക് ലേസ് ടൈപ്പായിട്ട് വെച്ചിട്ടുള്ളത്. ഈ ഒരു ലേസ് ടൈപ്പായിട്ട് തന്നെ നമുക്ക് താഴത്തെ ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഷിമ്മറി ടൈപ്പായിട്ടുള്ള ഒരു ഇത് മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ്, അതിൽ വൈറ്റ് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഓരോന്നോരോന്നുണ്ടല്ലേ. നമുക്ക് ഡെയിലി വെയറിനായാലും ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടി വെയറിനായാലും. ഇതിപ്പോ ഫുൾ ബ്ലാക്ക് വർക്കൊന്നും ഇല്ലാത്ത ഇതല്ലേ, വർക്കൊന്നും ഇല്ല, സിമ്പിൾ ആയിട്ടുള്ളത് ജെറ്റ് ബ്ലാക്ക് ആ ഒരു ഷെയ്ഡിൽ. പക്ഷെ നല്ല ലെങ്ത് ഉണ്ട് ഓരോന്നോരോന്നും. എന്തായാലും അടി സ്റ്റിച്ച് ചെയ്യേണ്ടി വരും അല്ലേ? സ്റ്റിച്ച് ചെയ്ത് ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും സ്റ്റിച്ച് ചെയ്യേണ്ടി വരും. പിന്നെ ഇനി ബ്ലാക്ക് മാത്രം കാണിച്ചു എന്നുള്ള പരാതി വേണ്ട, കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഇത് നമുക്ക് ഇന്നർ എടുക്കാൻ വരുന്നത് അല്ലേ? ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ്. ഈ ഫാബ്രിക് ഒന്ന് സൂം ചെയ്യും, നല്ല ഫാബ്രിക് ആട്ടോ. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വരുന്നത്. ഇത് ഇന്നറായിട്ട് വരുന്നത്, അതിൻ്റെ കൂടെ നമുക്ക് ഷ്രഗ് വരുന്നുണ്ട്. ഇതാ
ഇനി ഇത് വേണമെങ്കിൽ ഇത് ഒറ്റയ്ക്ക് ഇടാം, പക്ഷെ അങ്ങനെ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. ഇങ്ങനത്തെ ഈ ഒരു ഇതിൽ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ജാക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ളത്. ഇത് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ളത്, ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനാണ്. ഇതാ കളേഴ്സിന് ഒരു കുറവില്ല അല്ലേ? കളേഴ്സ് നമുക്ക് പ്ലെയിൻ ആയിട്ടുണ്ട്, എന്തെങ്കിലും മിക്സഡ് ആണോ അത് വേണം, അത് ഇതിപ്പോ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കാൻ പറ്റും, ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റൂല. ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വർക്ക് വേണം, അല്ലെങ്കിൽ ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ യൂണിഫോം ആയിട്ട് നിൽക്കണം എന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് ചെയ്ത് തരാൻ പറ്റും എന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു ചിഹ്നം അല്ല, ഓക്കെ ഓക്കെ. ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലാണ് വരുന്നത്. ഒരു ക്രേപ്പ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്, ക്രേപ്പ് അല്ല, ഇമ്പോർട്ടഡ് ഫാബ്രിക്. അതിൽ അറ്റാച്ച്ഡ് അല്ല, ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഷ്രഗ് ടൈപ്പ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ്. നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇത് കണ്ടപ്പോൾ സത്യം പറയാലോ, ഞാനിങ്ങനെ സ്തംഭിച്ച് നിന്ന് പോവാണ്. ഓരോരോ വെറൈറ്റീസ് കാണുമ്പോഴേ ഒക്കെ ഒന്നിലൊന്നും വെച്ചെന്ന് പറഞ്ഞിട്ടുള്ള കളക്ഷൻസ് ആണ് വരുന്നത്. അതിന് അടിപൊളി പീസാണല്ലോ. ഇത് ബ്ലാക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതിന്റെ വർക്ക് നോക്കിയേ, സൂപ്പർ വർക്ക്. ഈ വർക്കാണ് ശരിക്കും എടുത്ത് കാണിക്കേണ്ടത്. നല്ല ഒരു ഫുൾ ഡയമണ്ടിന്റെ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടിപൊളി വർക്ക്. അതും അങ്ങനെ വാഷ് ചെയ്ത് അങ്ങനെ പോകുന്നില്ല അല്ലെ? അങ്ങനെ നമുക്ക് റഫ് യൂസ് പോലെ, പക്ഷെ ഇങ്ങനെ റഫ് യൂസ് ചെയ്യാൻ തോന്നില്ല അല്ലെ നമുക്ക് ഇങ്ങനത്തെ. ഇത് വരുമ്പോ റഫൽ ടൈപ്പ് ആയിട്ടുള്ളത് കേട്ടോ. അടി പോർഷൻ വരുമ്പോൾ നമുക്ക് 3 സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. അതിലും വർക്ക് വന്നിട്ടുണ്ട്. താഴത്തെ ഒരു പോർഷനിൽ ഫുൾ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെറൈറ്റികൾ. അപ്പൊ ഈ ഫുൾ സെക്ഷൻ വരുന്നത് നമുക്ക് ഈ ഒരു പർദ്ദ അബായസ് മാത്രമാണ് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ലേഡീസിന്റെ എല്ലാവിധ ഐറ്റംസ് ഉണ്ട്. കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലേഡീസിന്റെ ഐറ്റംസ് ആണ് കേട്ടോ. മെൻസിന്റെ ഒരു ഐറ്റംസ് ഇല്ല. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ലീവ് തന്നെയാണ്. സ്ലീവിൽ കേട്ടോ കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ. സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിൽ വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കളക്ഷൻസ് ഈ ഒരു പോർഷനിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കണ്ടോട്ടെ അവർ, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു സെക്ഷനിലേക്ക് പോയാലോ. ഓരോരോ ഇത് വെച്ചിട്ട് ഇങ്ങനെ ബൂട്ടിക് സ്റ്റൈലിൽ ഓർഗനൈസ് ചെയ്ത് കാണുമ്പോഴേ നമുക്ക് എവിടേക്ക് ഏത് സ്ഥലത്തേക്ക് പോകണമെന്നുള്ള നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്. കാണുമ്പോൾ തന്നെ ഇവിടേക്ക് വന്ന ഈ ഒരു സെക്ഷൻ, ഇവിടേക്ക് വന്ന ഈ ഒരു സെക്ഷൻ. ഇനി ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ലോങ് ഷർട്ട്സ് ആണ് നമുക്ക്. അപ്പോൾ അവിടെ കണ്ടത് ലോങ് ഷർട്ട് തന്നെയായിരുന്നു. അത് വേറെ ടൈപ്പിൽ, അത് നമുക്ക് കുറച്ച് ലൂസായിട്ട് ഫ്രീ ആയിട്ട്. ഇതാകുമ്പോൾ നമുക്ക് റെഗുലർ ആയിട്ട്. ഓക്കെ, അങ്ങനെ ഓരോരോ സെക്ഷൻ വൈസ് ആക്കിയിട്ടുണ്ടെന്നല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് നമ്മുടെ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും, ആ ഒരു ടൈപ്പ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതും ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. വൈറ്റ് ആണ് ബേസ്. വലിയ പ്രിന്റും ഉണ്ട്, ചെറിയ പ്രിന്റും വരുന്നുണ്ട്. അങ്ങനെ പിന്നെ അങ്ങോട്ട് കാണിച്ചോളൂ. ഇത് വരുമ്പോൾ നമുക്ക് ഷർട്ടല്ല, ഷർട്ട് പോലത്തെ കോട്ടൻ്റെ, ലൈറ്റ് കോട്ടൺ. അതിലിങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവിൽ വരുന്ന വർക്ക്. പിന്നത്തെ ഒരു ലോങ് ഷർട്ട് തന്നെയാണ് വരുന്നത്. ഷർട്ട്സിന് നല്ല കളക്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അവർ. ഇതൊക്കെ നല്ല ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ്. കുട്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ട് വേണം തയ്പ്പിക്കാനായിട്ട്. ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഈ ബാബാ സൂട്ടൊക്കെ ബനിയൻ സ്റ്റഫൊക്കെ ആയിട്ടുള്ള ജീൻസിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നും അത് അവർ ഇടുമ്പോൾ തന്നെ. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും അവർ. കുറച്ചും കൂടെ ലെങ്ത് ഉള്ള ടൈപ്പ് ഷർട്ടാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഡിസ്പ്ലേ കയറുന്ന സമയത്ത് നമ്മൾ കണ്ടത് അല്ലേ? ഓക്കെ ഓക്കെ. അത് ഞാൻ പഞ്ഞി പോലെ എന്ന് പറഞ്ഞത്. അതെ. ഇത് തൊടുമ്പോൾ ശരിക്കും ആ ഒരു പഞ്ഞിയുടെ ഫീലിംഗ്, ഒരു നല്ലൊരു മൽമൽ കോട്ടൻ്റെ ഇതിലൊക്കെ തൊടില്ലേ, ആ ഒരു ഫീലിംഗ് ആട്ടോ. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്നത്. കളർഫുൾ അവൈലബിൾ. വൈബ്രന്റ് കളേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കളേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെ എല്ലാവിധ കളേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടുള്ളതും അവൈലബിൾ ആണ്. ഒക്കെ നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിലും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ജോർജറ്റിൻ്റെ മെറ്റീരിയലും ഉണ്ട്. ഏത് മോഡൽ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കില്ല. ഇൻസ്റ്റയിൽ നിങ്ങളിങ്ങനെ വീഡിയോസ് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ഡെയിലി ഇടോ? നമുക്കപ്പോൾ എപ്പോഴും എൻക്വയറി വരും, നമ്മളപ്പോൾ അതിലെപ്പോഴും ആക്റ്റീവ് ആണ്. അതെ, സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കാം. അപ്പൊ ഞാനെന്താ അറിയാൻ നേരം വൈകി ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയാലും ഞാൻ കണ്ടില്ല കേട്ടോ. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മളിങ്ങനെ ഡ്രസ്സുകൾ കാണുമ്പോഴേ അവേസ് ഇതൊക്കെ. പക്ഷെ നമുക്ക് മേടിക്കാനുള്ള ഒരു ഇതില്ലല്ലോ, പിന്നെ നമ്മളങ്ങനെ നോക്കില്ല. പക്ഷെ മേടിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു കട കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ അറിയണവരൊക്കെ ആണെങ്കിൽ ഒന്ന് കോമന്റ് സെക്ഷനിൽ പറയണുണ്ട് ഇങ്ങനെ ഒരു ഷോപ്പ് ഉണ്ടെന്ന്. എന്നിട്ടും ഞാൻ പരാതി പറയും, ഇങ്ങനെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്നുള്ളത് അല്ലേ? അതും പറയണ്ടേ? ഇതാ അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഷർട്ടിൽ വരുന്ന
കളക്ഷൻ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ് കേട്ടോ. ഇനി എന്താണ് വെറൈറ്റി? ഇനി ഒരു കൗണ്ടറും കൂടി ഉണ്ടല്ലോ കാണിക്കാനായിട്ട്. നമുക്കിനി ഫ്രണ്ടിലേക്ക് പോയാലോ? ഇനി ഫ്രണ്ടിലേക്ക് പോവാന്ന് നമുക്ക്. ഇവിടെ വീണ്ടും ചുരിദാറിന്റെ കളക്ഷൻസ് ഉണ്ട്. ഇത് മസ്ലിന്റെ നോർമൽ ആയിട്ട് പാർട്ടി വെയർ അല്ലാത്തത്. ഓക്കെ, പക്ഷെ ഇതിലും പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള സെമി പാർട്ടി വെയർ. ഓക്കെ. സെമി പാർട്ടി വെയറിൽ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഇതിൽ കളർ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിന്റെ കളറാണ് കേട്ടോ ഈ കാണുന്നത്. ഇപ്പൊ 2-3 കളേഴ്സ് ഉണ്ട്. അല്ല 4 കളേഴ്സ് ഉണ്ട്. 4 കളർ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഒക്കെ അടിപൊളി ഷെയ്ഡുകളാണ്. പച്ച ഒഴിച്ചിട്ട് എനിക്ക് ഇതിനേക്കാളും ഇഷ്ടമായത് ഈ 3 ഷെയ്ഡാണ് ഈ കയ്യിലിരിക്കണത്. ഇത് പിന്നെ എവിടെ നിന്നാലും കാണൂല, എന്നെ അങ്ങനെ കാര്യം കാണണ്ടെന്ന്. പിന്നെ ഇപ്പുറത്തേക്ക് നിൽക്കൂ. ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചു കൊടുക്ക്. അപ്പോഴേക്കും ഞാൻ വെക്കാം. പറഞ്ഞോളോ. ഇത് നമുക്കൊരു മസ്ലിൻ വരുന്നതാണ്. ഇത് അധികം വർക്കില്ല, മിറർ വർക്കാണ് വരുന്നത്. നമുക്കിങ്ങനെ ചില ആൾക്കാർ വരും ഭയങ്കര അധികം വർക്കൊന്നും വേണ്ട, അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളത് അതിൽ പുറപ്പെട്ടാക്കാണ് ഇട്ടേക്കണതാണ്. പിന്നെ ഈ ഒരു സംഭവമല്ലേ ഞാനും വിചാരിച്ചു ഇവളെന്താ ഇവിടെ വന്ന് നിൽക്കണേന്ന്. ഇങ്ങോട്ട് വന്ന മോളെ എവിടെ പോയി? എന്താ പേരെന്ന് പറഞ്ഞാ ഞാനിത് കണ്ടപ്പോ ഇതെന്താ ഇവിടെ വന്ന് നിൽക്കണം, ഇങ്ങോട്ട് വാ. ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണിത്. ഇത് സൈസ് വരുന്നത് മീഡിയം, ലാർജ്, XL, XXL അങ്ങനെ 3-4 സൈസസ് ഉണ്ട്. നമുക്ക് സൈസ് പാകയില്ല അല്ലേ, സ്മോൾ സൈസ് ഇല്ല. എന്തെങ്കിലുമൊക്കെ തിന്നണേ വീട്ടിൽ. കല്യാണം കഴിഞ്ഞതാണോ? എന്നിട്ട് ഭക്ഷണം കഴിക്കണില്ലേ? പിള്ളേരെ പിന്നാലെ ഓടിയിട്ടാണ് തടി കുറഞ്ഞത്. അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ, ജിമ്മിന് പോകണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു കളക്ഷനാണ്. അപ്പൊ എങ്ങനെ ഉടുത്തപ്പോ ഇത് കംഫർട്ടബിൾ ആണ്? നല്ല കംഫർട്ടാണ്. പാർട്ടി വരില്ലല്ലേ, നല്ല അടിപൊളി ഫുൾ ഹാൻഡ് വർക്കിൽ വരുന്ന കളക്ഷൻ. ഇനി നമുക്ക് അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം ഇവിടെ ഇരിക്കണത് എന്താ? അത് നമുക്ക് ലോങ് ഷർട്ടിന്റെ തന്നെ വേറെ കളക്ഷനാണ്. നമുക്ക് മോഡേൺ ആയിട്ട് നടക്കണമെങ്കിൽ കുറച്ച് ആ ഒരു ടൈപ്പില് ഇത് ഈ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇത് ഇവിടുന്ന് അവിടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ. പിന്നെ ഇത് പ്ലെയിനിൽ വരുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത് കണ്ടോ. കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെടുമ്പോൾ ഇത് എടുത്തിട്ട് അവിടേക്ക് ഇവിടേക്ക്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആ ഒരു പോപ്കോൺ മെറ്റീരിയലിൽ വരുന്ന ഷർട്ടാണ് കേട്ടോ, ലോങ് ഷർട്ട്. അപ്പം ലെങ്ത്ത് നമുക്ക് ഏകദേശം നോക്കാം. ഇത്രയ്ക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഈ ബോട്ടം വെയർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എവിടെ ഉണ്ടോ? നമ്മൾ ടോപ്പ് മാത്രമേ ഫോക്കസ്. ഓക്കെ. ഇത് വെൽവെറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഷർട്ട്, ലോങ് ഷർട്ട് വരുന്നത് അവൈലബിൾ ആണ്. ലൈറ്റ് ഷർട്ട് ഉണ്ട്, ഡാർക്ക് ഷർട്ട് വരുന്നുണ്ട് അല്ലേ. എന്താ അതൊക്കെ വെൽവെറ്റിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇപ്പൊ ഇത്ര ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിലിപ്പോൾ ബാക്കിൽ ഇങ്ങനെ ഫ്ലീറ്റ് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട് ഈ ഒരു സൈഡിൽ. അതുപോലെ ഫ്ലീറ്റ് ഇല്ലാത്ത ടൈപ്പും വരുന്നതും ഉണ്ട്. അപ്പോൾ ഏതാ നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ലൂസ് കംഫർട്ടബിൾ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ്. ബ്ലാക്ക് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ. അത് ചോദിച്ചിട്ട് എല്ലാവരും വരെ എത്ര നമ്മൾ കളേഴ്സ് കാണിച്ചു കൊടുത്തല്ല, പക്ഷെ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ. ഒക്കെ ലോങ് ഷർട്ടിൽ വരുന്ന കളക്ഷൻസ് കണ്ടോ. ഇതൊക്കെ ലോങ് ഷർട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇനി ഇത് കൂടെ ചെരുപ്പും വയ്ക്കുന്നുണ്ടോ? ചെരുപ്പുണ്ടായിരുന്നു. അതെ. ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ നമ്മൾ സ്റ്റോക്കിന് അടുത്തത് കൊണ്ടുവരണം. എന്നാലും ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. ഞാനൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2 പീസാണോ ഇവിടെ ഇരിക്കുന്നത്. പക്ഷെ ഇനിയും നമുക്ക് കളക്ഷൻസ് എത്തുന്നതാണ് നമ്മുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത നമ്മൾ എടുക്കാം. അതാണ് നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യേണ്ടിരുന്നത്. പക്ഷെ അതും ഇവിടെ അവൈലബിൾ ആണ്. 39 ആണ് ഇത് സൈസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ സെയിം ഡിഫറെൻറ്റ് മോഡലിൽ വരുന്നത് ഇങ്ങനെ ഒരു മോഡൽ കേട്ടോ. 2 മോഡൽ വരുന്നത്. ഒരെണ്ണം ബെല്ലി മോഡൽ വരുന്നുണ്ട്, ഒരെണ്ണം ഓപ്പൺ ആയിട്ടുള്ളത്, ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളത് അങ്ങനത്തെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് വരുമോ? ഇനിയും ഉണ്ട് കളക്ഷൻസ് കാണിക്കാനായിട്ട്. അപ്പം ഈ ഒരു സൈഡ് നമ്മൾ വീണ്ടും ഷർട്ടിന്റെ ഏരിയ വരാണ്. ഷർട്ട് നമുക്ക് കുറേ ടൈപ്പ് ഷർട്ട് ഉണ്ടല്ലോ. നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ഉള്ളത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് ഷർട്ട് വരുന്നുണ്ട്. ഷർട്ടിന്റെ നല്ലൊരു കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശരിക്കും ലൈറ്റ് വെയിറ്റിൽ ഭയങ്കര സോഫ്റ്റ് ലൈറ്റ് വെയിറ്റിൽ വരുന്ന കളക്ഷൻസ്. ഞാനൊന്ന് മിററിൽ വെച്ച് നോക്കണം. ഇങ്ങനെ ഇതിന്റെ തന്നെ ഇത് ടൈ ആൻഡ് ഡൈ ആ ഒരു രീതിയിലാണ് അതിൽ കുറേ കളർ ചേഞ്ച് നമുക്ക് അവൈലബിൾ ആണ്. ഇത് 1 സൈഡ് പോക്കറ്റ് വരുന്നത് അല്ലേ? അതെ. ഇതാ
അത്രയും കളേഴ്സ്, ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് ഉണ്ട്, ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് ഉണ്ട്. പല പ്രിന്റ് ടൈ ആൻഡ് ഡൈ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ രീതിയിൽ പ്രിന്റ് വരില്ല, പ്രിന്റ് എപ്പോഴും ഇങ്ങനെ മാറി മാറി നിൽക്കും കേട്ടോ. ഒക്കെ ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നല്ല പ്യുവർ ജോർജറ്റിൽ വരുന്ന നല്ല ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. പിന്നെ വരുന്ന ഷർട്ട് എന്ന് പറയുമ്പോൾ ഇതും നല്ല ടൈപ്പാണ് കേട്ടോ വരുന്നത്. ഇതിൽ ബാക്കിലാണ് ഇതിൻ്റെ ഫ്രില്ല് വരുന്നത്. പോക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ പെണ്ണിൻ്റെ ഷർട്ടാന്ന് അറിയാൻ വേണ്ടി സൈഡിൽ ഒരു റഫൽ മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇത് പെണ്ണ് മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന് അല്ലേ. പിന്നെ പോപ്കോൺ മെറ്റീരിയൽ വരുന്ന ഷർട്ടുകൾ, അതിൽ നമുക്കിതിൻ്റെ തന്നെ കോട്ട് സെറ്റ് പോലത്തെ അങ്ങനെ പാൻറ് ആയിട്ടുള്ളത് വേണമെങ്കിൽ ഉണ്ട്. ഇതിപ്പോൾ ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ളത് കേട്ടോ. പോപ്കോൺ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നത്. ഇതിൽ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഈ ബ്ലാക്കിലാണെങ്കിൽ നമുക്ക് സ്ലീവിൽ പഫ് വരുന്നുണ്ട്, ഇതിലാണെങ്കിൽ പഫ് സ്ലീവ് അല്ല കേട്ടോ. ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ. അപ്പം അങ്ങനെ കുറേ ടൈ ആൻഡ് ഡൈയിൽ അല്ലേ, കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഷർട്ടിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഷർട്ടിൻ്റെ ഇതാ ഇനിയിപ്പോൾ ഡാർക്ക് ഷെയ്ഡ് കാണിച്ചില്ല എന്ന് പറയണ്ട. ഇത്ര നേരം നമ്മൾ ഒരു സിമ്പിൾ സട്ടിൽ ആയിട്ടുള്ള ഷെയ്ഡ്സാണ് കാണിച്ചിരുന്നത്. ഓ അടിപൊളി, നല്ല കളർ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒക്കെ നമുക്കിനി ലൈൻസ് അവൈലബിൾ ആണ്, സ്ട്രൈപ്പ് ആയിട്ടുള്ളത് അല്ലേ. ഇതാ സ്ട്രൈപ്സ് വേണമെങ്കിൽ സ്ട്രൈപ്സിൽ വരുന്നുണ്ട്. അതിലും നമുക്ക് രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നത്. നേരത്തെ കണ്ടത് നമുക്ക് വൺ സൈഡ് പോക്കറ്റ് ആണ് വരുന്നത്. ഇതിൽ രണ്ട് സൈഡ് പോക്കറ്റ് വരുന്നത് സ്ട്രൈപ്സിൽ വരുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് വരുന്നത്. ഇനി പ്ലെയിൻ സോൾട്ട് കളേഴ്സ് അപ്പുറത്തുണ്ട്. സോൾട്ട് ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന കളക്ഷൻസ് ആണ്. വൺ സൈഡ് പോക്കറ്റിൽ വരുന്നത്. മെറ്റീരിയൽ ഒക്കെ ഡിഫറെൻ്റ്. ഒന്ന് സൂം ചെയ്തൊന്ന് കാണിക്കും. ഇതൊക്കെ നല്ല ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന ഷർട്ട്സ് ആണ് കേട്ടോ. എല്ലാതും ഡിഫറെൻറ്റ് മെറ്റീരിയലിൽ വരുന്ന വെറൈറ്റി കളക്ഷൻസ് ആണ്. അതിലിപ്പോൾ ജസ്റ്റ് ഇവിടേക്ക് വന്നിട്ട് ഒന്ന് സൂം ചെയ്യും, കാരണം ഇതെല്ലാതും എടുത്ത് കാണിക്കാൻ എളുപ്പമല്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ അത് കണ്ടോ, ഇതിൽ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും എല്ലാതും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഷർട്ടിൽ വരുന്ന കളക്ഷൻസ് ആണ്. ഇനി ഇതിൽ ഒരു ഷർട്ട് സെപ്പറേറ്റ് ഇങ്ങനെ ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേണിൽ വരുന്നുണ്ട്. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഹാഫ് ആൻഡ് ഹാഫ് പാറ്റേണിൽ വരുന്നുണ്ട്. അങ്ങനെ ഇതൊരു വൺ പീസ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇത് കൂടാണ്ട് ഇവിടെ നമുക്ക് കുറച്ച് പ്രയർ ഡ്രസ്സും കാര്യങ്ങളും ഉണ്ട്. അത് പ്ലെയിൻ വൈറ്റും ഉണ്ട്, നമുക്ക് അല്ലാതെ പ്രിന്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. ഈ ഒരു സൈഡ് അല്ലേ, നമുക്ക് അബയ റിലേറ്റഡ് അങ്ങനെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയും. നമ്മൾ നിസ്കരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണ് കോസ്റ്റ്യൂം. അതെ, അപ്പൊ നമുക്കിത് ഫുള്ളി എല്ലതും കണക്റ്റഡ് ആണ്. നമുക്ക് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടല്ല. ഇതാകുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഇന്ന് പ്രിന്റഡ് ആയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് പല പ്രിന്റ്സിൽ അവൈലബിൾ ആണ്. ഇപ്പൊ ഈ പുറത്ത് കാണുന്ന ഈ ബാഗ് ടൈപ്പ് ആ ബാഗിന്റെ സെയിം കളറാണ്, സെയിം വ്യത്യാസം ഒന്നുമില്ല. ബാഗ് വേറെ ഇത് വേറെ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ബാഗ് ഒന്ന് കാണിച്ചത് ഇതാ, ഇത് ഇങ്ങനെ ബാഗ് ടൈപ്പ് ആയിട്ട് ഫ്രണ്ട്ലി നമുക്ക് എവിടെയും കൊണ്ടുപോവാം. പിന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് കൂടിയാണ് കേട്ടോ. ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ മഴയത്ത് നനഞ്ഞാലും പെട്ടെന്ന് അങ്ങനത്തെ ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ കളർ ഷെയ്ഡ് ഡിഫറെൻറ്റ് പ്രിന്റ്സ് ആണ് വരുന്നത് കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം റേറ്റ് ഒന്ന് പറയാൻ പറ്റും. 700 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്ക് അതിൻ്റെ പ്ലെയിൻ വൈറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, വൈറ്റ് ആയിട്ട് ഈ വൈറ്റ് വേണമെന്ന് വെച്ചാൽ വൈറ്റ് ഉണ്ട്. അതുപോലെ ബ്ലാക്ക് സെപ്പറേറ്റ് വേണമെന്ന് വെച്ചാൽ ബ്ലാക്കും ഉണ്ടോ? ഇല്ല, നമ്മൾ വൈറ്റും യൂസ് ചെയ്യാം. കൂടുതലും എനിക്കറിയില്ല കേട്ടോ അതിനെ. ബ്ലാക്ക് യൂസ് ചെയ്യില്ല അല്ലേ? ഇല്ല. പിന്നെ കളർഫുൾ ആയിട്ടുള്ളത് അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് ഷെയ്ഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ഇതെനിക്ക് പുതിയ അറിവാണ് കേട്ടോ. അപ്പം അടിപൊളി. ഹാൻഡ് സോക്സ് അവൈലബിൾ ആണ്. അയ്യോ, നമുക്ക് ഹാൻഡ് സോക്സ് വന്നപ്പോൾ ബ്ലാക്ക് വന്നല്ലോ. നമ്മൾ നോർമലി ഹാൻഡ് സോക്സ് ഇടുക ഡ്രസ്സിന്റെ കൂടെ മാച്ച് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ പ്രയറിന്റെ സമയത്ത് മാത്രമല്ല പുറത്തേക്ക് പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. അതെ, നമുക്ക് അതിന്റെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നമ്മൾ അബായന്റെ നമ്മൾ ഹിജാബ് ഇടുമ്പോൾ അതിന്റെ താഴെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഹിജാബ് ഇടുമ്പോ ചിലതൊക്കെയാണ് ഊർന്ന് വരുമല്ലോ, നമ്മള് സെറ്റ് ആയിട്ട് നിൽക്കാൻ അതിന്റെ ഉള്ളിലേക്ക് മുടി സെറ്റ് ആയി കിടക്കാൻ വേണ്ടിട്ടല്ലോ. വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇതാവുമ്പോ കുറച്ച് മുടി കുറവാണെങ്കിൽ ഇത് വെക്കുമ്പോ ഓക്കെ കുറച്ച് മുടി ഉള്ള പോലെ തോന്നിക്കുള്ളൂ. ബാക്ക് സൈഡ് ഒക്കെ അല്ലേ. ഇപ്പോഴാണ് അതിന്റെ ഒരു ട്രിക്കും മനസ്സിലായത് കേട്ടോ. എങ്ങനെയാണ് ബാക്കിലൊക്കെ ചില സ്ത്രീകളൊക്കെ കണ്ടിട്ടുണ്ടായ അവരാ ബയാസ് ഇടുമ്പോ തന്നെ നല്ല ഭംഗിയാ. ബാക്ക് സൈഡൊക്കെ ഇങ്ങനെ പൊന്തി ഇങ്ങനെ അതിന്റെ ട്രിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഓരോരോ ട്രിക്ക്
പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത്. പെർഫ്യൂമിന്റെ ഒരു സെറ്റ് നമുക്കുണ്ട്. അതും വിൽക്കുന്നുണ്ടോ? നമുക്ക് പെർഫ്യൂംസ് അവൈലബിൾ ആണ്, നമുക്ക് ഹിജാബിന്റെ പിൻസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ കുറെ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹിജാബിന്റെ പിന്നെ ഇതാ, ഇതിന് പിൻസ് വേണമെങ്കിൽ അതുകൊണ്ട് അല്ലേ സെപ്പറേറ്റ് ആയിട്ട്. അത് പല മോഡൽസിലും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകണ്ട, നമുക്ക് ഇവിടെ കിട്ടും, എല്ലാതും ഇവിടെ ഉണ്ട്. പിന്നെ മെഹന്തീസ് പുറത്തേക്ക് ഒരാളെ വിടാൻ ഉദ്ദേശിക്കണില്ല അല്ലേ? എന്താ ഇയറിങ്സ് ശരിക്കും പറഞ്ഞപ്പോ നിങ്ങൾ യൂസ് ചെയ്യും, പക്ഷെ കാണില്ല എന്ന് മാത്രമേ നമുക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ. ഓ, കോൺഫിഡൻസ്. അതെ, ഇട്ടിട്ടുണ്ടോ? ഇപ്പൊ ഇല്ല, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ ഇടാറുണ്ട് എപ്പോഴും. ഹെവി ഇടുന്ന ടൈപ്പാ. അതെ, പക്ഷെ കാണിക്കാൻ പറ്റില്ല. അതാണ്, നമുക്ക് മിററിന് മുന്നിൽ നിന്നിട്ട് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം, അതിനെങ്കിലും നമുക്ക് വേറെ ചെയ്യാം. അപ്പൊ അത് മാത്രമല്ല കേട്ടോ, പിന്നെ അത് കൂടാണ്ട് ഇവിടെ എത്നിക് വെയറിന്റെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കും മേടിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കുറെ ഇയറിങ്സിന്റെ കളക്ഷൻസ് ഉണ്ട്. ജുംക്കകള് ഇതാ, അങ്ങനെ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ഇത് കൂടാണ്ട് ഇതെന്താ സംഭവം എന്ന് പറഞ്ഞത്? മറ്റേ കാജലല്ലല്ലോ നിങ്ങൾ യൂസ് ചെയ്യാ? അല്ല, സുറുമ. ഞാനത് കാജൽ യൂസ് ചെയ്യില്ല, സുറുമയാണ് യൂസ് ചെയ്യണത്. അതും ഇവിടെ കിട്ടുന്നതാണ് കേട്ടോ. അത് കൂടാണ്ട് പിന്നെ മെഹന്തിയുടെ കോൺസും അവൈലബിൾ ആണെന്ന് വെച്ചാൽ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട്, പുറത്തേക്ക് പോകണ്ട. ഇത് കൂടാണ്ട് കിഡ്സിന്റെ എന്ന് വെച്ചാൽ വലിയവർക്ക് മാത്രമല്ല ചെറിയ കുട്ടികൾക്കുള്ളതും ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഒക്കെ ലേഡീസിന്റെ ഐറ്റംസ് ആണെന്ന് മാത്രമേ, എല്ലാതും ലേഡീസിന്റെ ഐറ്റംസ് ആണ്. അപ്പൊ അടിപൊളി കളക്ഷൻസ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ പോകട്ടെ? പോവാന്ന് തോന്നില്ല അല്ലേ? എന്നാ നീ പോക്കോ, ഞാൻ അവിടെ അല്ലേ? അപ്പൊ ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരാണ് ഹെൽപ്പ് ചെയ്തത് എല്ലാം കളക്ഷൻസ് കാണിക്കാൻ. ഇതിപ്പോ കാണിച്ചത് പറഞ്ഞാൽ കുറഞ്ഞു പോയി, ഇനിയും കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ ഇനിയും ലെങ്തി ആയിക്കൊണ്ടിരിക്കുക. പിന്നെ വെയർ ഹൗസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയാണ് സ്റ്റോക്ക് വെക്കുന്നത്. പിന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്, അത് അയ്യന്തോൾ ഭാഗത്താണ് കേട്ടോ വരുന്നത്, മറക്കണ്ട. പിന്നെ കോഴിക്കോട് എവിടെയായിട്ടാന്ന് പറഞ്ഞ ബീച്ച് റോഡില്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് 15th 16th ഒരു എക്സിബിഷൻ എക്സ്പോ നടക്കുന്നുണ്ട് ശോഭ സിറ്റിയിൽ. മറക്കണ്ട, എല്ലാവർക്കും ഞാൻ ഒരു ക്ഷണം തരാണ്. എല്ലാവരും അവിടെ നേരിട്ട് വരാം, പറ്റിയെങ്കിൽ ഞാനും ഉണ്ടാവും കേട്ടോ ഏതെങ്കിലും ഒരു സമയത്ത്. അപ്പോൾ എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ശോഭ സിറ്റിയിൽ കാണാം. അപ്പോൾ 15th 16th അല്ലേ? ഒന്നുകൂടി പറഞ്ഞോ, ക്ഷണിച്ചോ? ഞാൻ മാത്രം ക്ഷണിച്ചോണ്ടാവില്ല, നിങ്ങളുടെ അല്ലേ കട, വേണമെങ്കിൽ ക്ഷണിച്ചാൽ മതി. ശോഭ സിറ്റിയിൽ നമ്മൾ 15th 16th പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാവരും വരണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക. ഈ വീഡിയോയിൽ കണ്ടതുപോലെ അല്ല, കുറച്ചും കൂടെ നമ്മളപ്പോൾ കളക്ഷൻസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വരിക. അപ്പോൾ നേരിട്ട് ഇതിനേക്കാളും കൂടുതൽ കളക്ഷൻസ് നമുക്ക് ശോഭ സിറ്റിയിൽ പോയാൽ കാണാൻ പറ്റും. അവിടെ എക്സിബിഷൻ പോലെ എക്സ്പോ പോലെയാണ്. നമുക്ക് എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ഷോപ്പ് മാത്രമല്ല കുറേ ഷോപ്സ് ഉണ്ട്. അതിലത്തെ ഒരു ഭാഗം ഞങ്ങളും കൂടി ഉണ്ട്, സേറ അബായസ് വർക്ക്. അപ്പോൾ 15th and 16th മറക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു 2 ദിവസം കഴിഞ്ഞാലും കട ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റും. അപ്പോൾ വരേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ തൃശ്ശൂരാണ്. തൃശ്ശൂർ നമുക്ക് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ റൗണ്ടിൽ നിന്ന് ഒരു 10 മിനിറ്റിൻ്റെ ഡിസ്റ്റൻസിലാണ്. ഒരു ഓട്ടോയിൽ വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറുക്കഞ്ചേരി എലൈറ്റ് ഹോസ്പിറ്റൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്. ആ എലൈറ്റ് ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് 10 അടി നടക്കുകയാണെങ്കിൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ പേര് വരുന്നത് ഗ്രേസ് പാർക്ക്. അത് അവിടെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എന്നുവെച്ചാൽ നമുക്ക് കയറിയ എൻട്രൻസ് ഫസ്റ്റ് ഫ്ലോറൊന്നും പറയാൻ പറ്റില്ല. കയറിയ എൻട്രൻസിൽ തന്നെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നേരെ കാണുന്നതാണ് നമുക്ക് സേറ ബുട്ടീക്ക് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവിധം ലേഡീസിൻ്റെ ഐറ്റംസ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവിധം സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എന്തായാലും ഉണ്ട്. ഞാനൊരു ഷർട്ട് നോക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അതൊന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് പോകണം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ ബൈ, താങ്ക് യു.